ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ലഭിച്ചിട്ടുള്ളത് അംജദ്ക്കാണ്. അംജദ്ക്ക നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്ത് തന്നെ ഏകദേശം നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു കുറച്ച് ഗസ്റ്റുകളൊക്കെ കൊണ്ടുവരണം, അവരായിട്ട് സംസാരിക്കണം എന്ന്. അപ്പോൾ ആ ഫസ്റ്റ് ടൈമിൽ എൻ്റെ മനസ്സിൽ വന്നിരുന്ന ഒരാളാണ് നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ നമ്മളൊക്കെ ഒരു അന്തം വെക്കുന്ന കാലത്ത് നമുക്കിങ്ങനെ മെൻറ്ററായിട്ട് മുമ്പിൽ കണ്ടെക്കുന്ന മനുഷ്യന്മാരിലൊരാളായിരുന്നു. അപ്പം അന്ന് മുതലേ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ തമ്മിൽ ബന്ധമില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ എനിക്ക് പൂതി എന്താ വെച്ചാൽ ഒറ്റയടിക്ക് തീർക്കരുതല്ലോ, കുറച്ച് കുറച്ച് നമുക്ക് സംസാരിക്കാമെന്നുള്ള ആൾക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചും കൂടിയും ജനറേഷൻ ടെക്ക്, നിങ്ങളുടെ ഒരു ഏരിയ അതാണല്ലോ. അംജദ്ക്ക ഒരു ടെക് എന്തൂസിയാസ്റ്റാണ്, ഒരു ഓൺട്രപ്രണറാണ്. അങ്ങനെ ഈ ഏരിയയിൽ ഒരുപാട് ഐഡിയ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഈ ജനറേഷൻ എങ്ങനെയാണ് ടെക്ക്, ഇപ്പോൾ ഞാൻ ജെൻസിയാണ്, ലൈറ്റ് ജെൻസിയാണ്. അപ്പോൾ എങ്ങനെയാണ് ജെൻസി, ഇപ്പോൾ എൻ്റെ അനിയന്മാർ ആൽഫ ജനറേഷനിൽ എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു ന്യൂസ് കണ്ടിരുന്നു, ഇനി 2025 ജനിക്കാൻ പോകുന്നവരൊക്കെ ജനറേഷൻ ബീറ്റയിലാണ് വരിക. അപ്പോൾ ഈ ജനറേഷനെ കുറിച്ചുള്ള പഠനങ്ങൾ എങ്ങനെയാണ് ഇവർ ആളുകൾ തമ്മിലുള്ള മാറ്റം. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ എൻ്റെ വാപ്പ അങ്ങനെ പറഞ്ഞിരുന്നു, ഇത് ഇപ്പോൾ വല്ലിപ്പയും വല്ലിപ്പാൻ്റെ വല്ലിപ്പയും വല്ലിപ്പാൻ്റെ വല്ലിപ്പാൻ്റെ വല്ലിപ്പയും ഒരു തമ്മിൽ കൾച്ചറലി അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റിലൊന്നും വലിയ വ്യത്യാസങ്ങൾ വരില്ല. പക്ഷെ ഇവിടെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാം, എൻ്റെ അഞ്ചൻ്റെ അടുത്തേക്ക് ഞാൻ എത്തുന്നില്ല, അഞ്ചന് രസമുള്ള പല സാധനങ്ങളും എനിക്ക് രസമില്ലാതായി പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുമോ തന്ത വൈബായോ. വളരെ അടുത്ത് ഇങ്ങനെ ഗ്യാപ്പുകൾ വരുന്ന പോലെ വളരെ ചെറിയൊരു 4-5 കൊല്ലത്തെ ഒരു വ്യത്യാസം ഞാനും അനിയനൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി നമ്മൾ തമ്മിൽ ഇത്ര എന്തോ ഒരു അന്തരം എന്തോ വന്ന പോലെ. അപ്പോൾ ഇതിനൊക്കെ എന്തോ നമ്മുടെ ജനറേഷന് മാറ്റങ്ങളിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ഭയങ്കര പൂതിയുണ്ട്. എന്താണ് ഈ ജനറേഷൻ ആൽഫ, എന്താണ് ജെൻസി, മില്ലേനിയൽസ്, തന്തവൈബ് എങ്ങനെ ആവുന്നത് ഈ സാധനം. ഓക്കെ, അപ്പോൾ അതിൽ പൊതുവെ ഈ ശരിക്കും 1900 മുതലുള്ള മനുഷ്യന്മാരെ കുറിച്ചിട്ടുള്ള ഒരു പഠനത്തിൽ ഇങ്ങനെ പല തലമുറകളായിട്ട് ഇങ്ങനെ ആളുകൾ അതിനെ വർഗീകരിച്ചിട്ടൊക്കെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പല രീതിയിൽ നടത്തലുണ്ട്. അപ്പോൾ അതിലിങ്ങനെ 1990 മുതൽ ഇങ്ങനെ പല രീതിയിൽ എണ്ണലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഇതിലൊക്കെ ഇപ്പോൾ പുതിയ കാലത്തൊക്കെ കാര്യമായിട്ട് ഡിസ്കഷൻ വരുന്ന ഒരു സാധനമാണ് ഈ ജെൻസി, ആൽഫ. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ വലിയ വാർത്തയായിട്ട് 2025 മുതൽ പുതിയൊരു തലമുറ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്, ജനറേഷൻ ബീറ്റ. ഇതിങ്ങനെ കറക്റ്റ് ഡിഫൈൻഡ് ആണല്ലോ. ഇത് പല സ്റ്റഡീസിലും പല രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ജെൻസിക്ക് മുമ്പുള്ള തലമുറയാണ് ജനറേഷൻ വൈ എന്ന് പറയുന്നത്. ജനറേഷൻ വൈ എന്ന് പറയുന്നത് 1950 മുതൽ 1990 വരെ എണ്ണുന്ന ആൾക്കാരുണ്ട്, 95 വരെ എണ്ണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഡിഫറൻസ് ഇപ്പോൾ 1995 വരെയുള്ള ആളുകളാണ് ജെൻ വൈ എന്ന് പറയുന്നത്, ഒരു മില്ലേനിയൽസ് എന്ന് വിളിക്കലുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇതിൽ ഒരു മില്ലേനിയൽസ് 2000 കണ്ട ആൾക്കാരാണെന്നുള്ള ഒരു ചെറുപ്പകാലത്ത് 2000 കണ്ട ആളുകൾ എന്ന അർത്ഥത്തിലാണ് ആ പേര് വന്നിട്ടുള്ളത്. പിന്നെ ജെൻസി എന്ന് പറയുന്നത് ജെൻ വൈക്ക് ശേഷം വന്ന ഒരു തലമുറയാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഓഫീസൊക്കെ നമ്മളൊക്കെ ഒരു ആ തലമുറയുടെ ഒരു ഞാനൊക്കെ ഒരു ഏർലി ജെൻസി എന്ന് പറയുന്ന ആൾക്ക് 2010 വരെ ജനിച്ച ആൾക്കാരാണ് അത് പൊതുവേ എണ്ണ. 2012 എന്നൊക്കെ എണ്ണ ആൾക്കാരുണ്ട്. അപ്പോൾ അത് തന്നെ പിന്നെ അതിന് ശേഷമാണ് ജനറേഷൻ ആൽഫ, ഇപ്പോൾ ജനറേഷൻ ബീറ്റ എന്നാണ്. ശരിക്ക് സംഭവം ഇങ്ങനെയൊക്കെ നമ്മൾ ഈ 10-15 വർഷത്തെ 20 വർഷത്തൊക്കെ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ എണ്ണുമെങ്കിലും ആളുകളുടെ മനോഭാവങ്ങൾ, വ്യത്യസ്ത തലമുറകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അവർക്കിടയിലെ കൊടുക്കൽ വാങ്ങൽ, ഇതിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർഗീകരിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേയൊക്കെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇതിങ്ങനെ 10 വർഷത്തെ വർഗീകരണമൊക്കെ ഭയങ്കര പ്രതിസന്ധിയാകുന്ന ഒരു ഘട്ടമാണ്. അത് അപ്പോഴാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത് ഏർലി ജെൻസി, ലേറ്റ് ജെൻസി. കാരണം ഈ വർഗീകരണങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ഹ്യൂജ് ജനറേഷൻ ഗ്യാപ്പും ജനറേഷനിൽ തന്നെ ഡിഫറൻസും ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തൊരു വലിയ ട്രെൻഡ് ഉള്ളത്. അപ്പോൾ അതിൽ അതെന്തുകൊണ്ട് ഈ ടെക്ക് അതായത് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പൊതുവെ ഈ ജനറേഷൻ വൈയും ജനറേഷൻ വൈക്ക് മുമ്പുള്ള തലമുറയെ സാധാരണ നമ്മൾ ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്നാണ് അവർ വിളിക്കുക. അതുപോലെ ജനറേഷൻ വൈക്ക് ശേഷം ജെൻസി, അതുപോലെ തന്നെ ജനറേഷൻ ആൽഫ, പിന്നെ ഇപ്പോൾ ജനറേഷൻ ബീറ്റ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാണ് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വർഗീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറേഷൻ വൈ എന്ന് പറയുന്നത് അവരുടെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജിയിലൊന്നും എക്സ്പോസ് ചെയ്യപ്പെടാത്ത തലമുറയാണ്. അതേസമയം ജെൻസി എടുത്തു നോക്കി കഴിഞ്ഞാൽ സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജനറേഷൻ ആൽഫ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ഒരു പ്രയോഗമുണ്ട്, അതായത്
എന്താണ് ഈ മൊബൈൽ ഫോണിലേക്കും സ്ക്രീനിലേക്കൊക്കെ പെറ്റിട്ട് വീഴാൻ നമ്മൾ പറയലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഡിജിറ്റൽ സ്ക്രീൻസൊക്കെ എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു തലമുറയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ഒരു 2 വയസ്സ് കുട്ടികളൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്യും, യൂട്യൂബ് വന്നെടുക്കും, യൂട്യൂബ് എടുക്കും, എന്നിട്ട് അതിൻ്റെ അകത്ത് കോക്കോമെലൻ എന്ന് സെർച്ച് ചെയ്യും, എന്നിട്ട് കോക്കോമെലൻ്റെ ഒരു സൗണ്ട് എവിടെയെങ്കിലും കേട്ടാൽ കുട്ടികൾ ഓടി വരും. അവർക്കത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ തലമുറകൾ തമ്മിൽ. ഇപ്പം പണ്ട് എൻ്റെ ഉപ്പടുത്ത് എന്നോട് ചോദിച്ചിട്ട്, ഉപ്പാക്ക് ഇങ്ങനെ എല്ലാവർക്കും ഈ ഫോം അടിക്കുമല്ലോ, അപ്പോൾ ഉപ്പ ഇങ്ങനെ എന്നോട് എന്നിട്ട് പറഞ്ഞേ, എനിക്ക് ഇൻസ്റ്റാഗ്രാം എൻ്റെ പോഡ്കാസ്റ്റൊക്കെ എവിടെ വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിലാണ്, പിന്നെ റീൽസൊക്കെ വരുന്നത് ഇൻസ്റ്റയിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിക്കൊണ്ടാ, എങ്ങനെ ഇത് ഉപയോഗിക്കാന്ന് പഠിപ്പിച്ചോണ്ടാ. അപ്പോൾ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച്, നമുക്കിത് ആരും പഠിപ്പിച്ചെന്നില്ലല്ലോ. നമ്മൾ ആദ്യം അതിൻ്റെ സെറ്റിങ്സും സാധനങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ, അപ്പം നമ്മൾ നേറ്റീവ്സ് ആയതുകൊണ്ടുള്ള ഒരു ഉപകാരമായിരിക്കും ഒരു സെൻസിൽ. ശരിക്കും മനുഷ്യൻ്റെ ഒരു അഡാപ്റ്റബിലിറ്റി ശരിക്കും മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറ അങ്ങനെ ഇപ്പം നമുക്കൊക്കെ അത്ഭുതമാണ്. ഇപ്പോൾ നമ്മൾ ഈ ദ ഹോം എന്ന് പറഞ്ഞ സിനിമ കണ്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഈ ദ ഹോം എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ നമ്മൾ മലയാള സിനിമ നമ്മൾ ഈ ഇന്ദ്രൻസും ഇവരൊക്കെ ഇതാക്കിയ സാധനം ഉണ്ടാവും. ശരിക്കും ആ സിനിമ പല രീതിയിൽ കണ്ട ആൾക്കാരുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതൊരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഈ ദ ഹോം എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്കറിയാം ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം ഒരു ഫോൺ ഉപയോഗിക്കാൻ കഷ്ടപ്പെടുക. എത്ര നമുക്ക് ആലോചിച്ച് നോക്കാം, നമ്മൾ ഭൂമിയിൽ ഒരു 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 വയസ്സുള്ള കുട്ടികൾ സ്ക്രോൾ ചെയ്യുന്ന മൊബൈലാണ് ഈ പറയുന്ന ഒരു 60-70 വയസ്സുള്ള ആൾ ഉപയോഗിക്കാൻ കഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രതിസന്ധിയും അതിൽ തലമുറകൾ തമ്മിലുള്ള അന്തരമൊക്കെയാണ് അതിൽ സംസാരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന തലമുറകളിൽ തന്നെ ഹ്യൂജ് ഡിഫറൻസുകൾ ഉണ്ട്. ഇപ്പം അതിലേറ്റവും നല്ല ഉദാഹരണമാണ് ഡിജിറ്റൽ നേറ്റീവ്സ് ആണെന്നുള്ളത്. മാത്രമല്ല അവർ ആലോചിക്കുന്ന രീതികളിൽ വ്യത്യസ്തമുണ്ട്, അവർ കൺസ്യൂം ചെയ്യുന്ന സാധനത്തിൽ വ്യത്യസ്തതയുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് അതിനൊരു പ്രധാനപ്പെട്ട കാരണം വരുന്നത് ഈ ടെക്നോളജിയുടെ കടന്നുവരവാണ്. പ്രത്യേകിച്ച് ജനറേഷൻ വൈക്കും ജെൻസിക്കും ഒക്കെ തമ്മിലുള്ള ഗ്യാപ്പുകൾക്ക് ഉള്ള ഒരു പ്രധാന ഘടകമായിട്ട് വർത്തിക്കുന്നത്. അപ്പോൾ അതെന്താണ്, എന്ത് മാറ്റം അവർക്ക് ഉണ്ടാക്കാം? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പം ഇപ്പം നമ്മൾ ഇപ്പോൾ ജെൻസിയുടെ ഒരു ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ജെൻസി, പ്രത്യേകിച്ച് ലെയ്റ്റ് ജെൻസി പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ 1990-കളുടെ തുടക്കത്തിലൊക്കെയാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ 90-കളുടെ തുടക്കത്തിൽ ജനിക്കുമ്പോൾ നമുക്കൊക്കെ എന്താ വെച്ചാൽ തുടക്കത്തിൽ TV ഒക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ വളർന്നത്. എൻ്റെ ഓർമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ കിട്ടുന്നത് 10ാം ക്ലാസ്സിലാണ്. അതുപോലെ മൊബൈൽ ഫോണൊക്കെ നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 10 കഴിയുന്ന മുറക്കൊക്കെയാണ് മൊബൈൽ ഫോണൊക്കെ കിട്ടുന്നത്. അതും അന്നൊന്നും അതിൻ്റെ ഒരു ഇവല്യൂഷൻ ശരിക്കും കണ്ട ആൾക്കാരാണ്. അപ്പോൾ അതേസമയം ഇവിടുത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട സ്ക്രീനിൽ സ്റ്റഡീസ് പറയുന്ന ഒരു രസകരമായ സാധനമുണ്ട്. അതായത് ഇപ്പോഴത്തെ ജെൻസി തലമുറ സ്ക്രീനിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം ആവറേജ് 8 to 9 hours ആണ്. പല സ്റ്റഡീസും പല രീതിയിലാണുള്ളത്. പക്ഷെ ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ഒരു 6 to 7, 8 to 9 എന്നൊക്കെ പറയുന്ന സ്റ്റഡീസാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ above 6. നിങ്ങൾ ആലോചിച്ച് ഒരു 8 മണിക്കൂർ സ്ക്രീനിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന തലമുറയാണ് ജെൻസി. ജെൻ ആൽഫയെക്കുറിച്ച് പറയുന്നവർ ഏകദേശം 4 to 5 hours സ്ക്രീൻ ടൈം. ഇത് ചെറിയ കുട്ടികളാണ്, അവരാണ് ഈ 4 to 5 സ്ക്രീൻ എക്സ്പോസ് മണിക്കൂർ പറയുമ്പോൾ 1/3 ഒരു ദിവസം. അതായത് നമ്മൾ ഒരു 24 മണിക്കൂറാണുള്ളത്, അതിൽ 1/3 ഒരു മനുഷ്യൻ സ്ക്രീനിൻ്റെ മുഖത്താണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലുണ്ട്. നിങ്ങൾ 60 വയസ്സ് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുകയുള്ളൂ. അപ്പോൾ 60 വയസ്സ് ജീവിക്കുമ്പോൾ ഒരു 20 വയസ്സ് നമ്മൾ ഉറങ്ങും, ബാക്കി 20 വയസ്സ് നമ്മൾ ഈ സ്ക്രീൻ ടൈമിലേക്കാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കൺസ്യൂം ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മൾ. സ്വാഭാവികമായിട്ട് അത് കൺസ്യൂം ചെയ്യാത്ത തലമുറയും കൺസ്യൂം ചെയ്യുന്ന ഒരു തലമുറയും തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും എന്നൊരു ഇതാണ്. പലപ്പോഴും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷനുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടാവുമ്പോഴാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, പ്രത്യേകിച്ച് ചെറിയ തലമുറയും വലിയ തലമുറയും നേരെ തിരിച്ചൊക്കെ ഉള്ള ഒരു ഭയങ്കര പറഞ്ഞാൽ തിരിയാത്ത പ്രശ്നം, അവർക്ക് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, പ്രതിസന്ധികളൊക്കെ ഈ ഒരു അന്തരത്തെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടുകൂടി ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാര്യമായിട്ട്. ഇപ്പം ഇതിൽ ഈ 3-1 പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചത്, അതായത് നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ജെൻസി ആയതുകൊണ്ട് എൻ്റെ പ്രശ്നമാണ് എനിക്ക് റിലേറ്റബിൾ ആവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ നമ്മൾ ജെൻസിയാണ്, നമ്മൾ സമയം അത്ര കൺസേണാണ്, എല്ലാം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ട് തേങ്ങയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സമയം എങ്ങനെയാണ്, അപ്പോൾ നമുക്കെല്ലാം പെട്ടെന്നായിരിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഷോർട്ട് ഫോം കണ്ടൻസ് ആണ്, റീൽസ് കാണാനാണ്. കാരണം എന്താ, റീൽസ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ ആൽഗോരിതം ഫീഡ് ഞാൻ ഭയങ്കര ന്യായീകരണം പോലൊക്കെ പറയും. എൻ്റെ ആൽഗോരിതം ഭയങ്കര ചൂസ്ഡ് ആണ്. അതായത് എനിക്ക് വേണ്ട ഞാൻ ഇപ്പോൾ ഒരു എഡിറ്ററാണ്, അപ്പോൾ എഡിറ്റിംഗ് ടെക്നിക്സും അതിൻ്റെ ടൂൾസ്, സിനിമാറ്റോഗ്രാഫി, അതിനെക്കുറിച്ചുള്ള റീൽസ് മാത്രമേ എനിക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആവുകയാണ്. അങ്ങനെ എന്താക്കി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പഠനം കണ്ടപ്പോൾ
എനിക്ക് ഫീൽ ചെയ്തും ചെയ്തു. അതായത് ഇപ്പം നമ്മൾ ഒരു വലിയൊരു ലോങ് ഫോം കണ്ടന്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ ഷോർട്ട് ഫോംസ് ഇപ്പോൾ 30 സെക്കൻഡുള്ള റീല് നമ്മൾ വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ കാണും. പക്ഷെ 1.5 മണിക്കൂറുള്ള എന്തോ വായിക്കാനോ 1.5 മണിക്കൂർ എന്തോ ഒന്ന് കേൾക്കാനോ നമുക്ക് 1.5 മണിക്കൂറോ എങ്ങനെ ഇപ്പോൾ അത്ര വലിയ ടൈം ഞാൻ ഇങ്ങനെ കൺസ്യൂം ചെയ്യും നമുക്ക് ഇങ്ങനെ തോന്നും. പക്ഷേ ഞാൻ അങ്ങനെ ആലോചിച്ച് ഒരിക്കലും ഒരു ഇത് എക്സ്പെരിമെൻ്റ് ആക്കിയ ഇപ്പോൾ നമ്മളിങ്ങനെ റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് റീല് നിർത്തിയിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ റീൽ ഏതാണ് ഞാൻ കണ്ടത് ഇങ്ങനെ ജസ്റ്റ് ഓർത്ത് നോക്കാം, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ അപ്പോഴാണ് മനസ്സിലായത് നമ്മളെ ഇങ്ങനെ ഭയങ്കര അവേർഡായിട്ട് ഇത് സമയം ഇതാക്കുകയാണ്. പക്ഷെ നമ്മൾ ശരിക്കും സംഭവിക്കുന്ന സമയത്ത് നമ്മൾ വെല്ല കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് സബ് കോൺഷ്യസിലേക്ക് സ്വിച്ച് ആയി പോവുകയാണ്. പിന്നെ നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് തിരിയാത്തൊരു കോലം വരികയാണ്. അപ്പം അങ്ങനെ എന്തോ ഒരു നമ്മൾ സാധാരണ പറയൂ നമ്മൾ ടെക് സാവി ജനറേഷനാണ്, ഭയങ്കര ഏറ്റവും എഡ്യൂക്കേറ്റഡ് ജനറേഷനാണ് ഇനി വരാൻ പോകുന്ന ജനറേഷൻ. അങ്ങനെ എല്ലാ സെൻസിലും നമ്മളെ എഡ്യൂക്കേഷൻ ലെവലിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു എന്തോ ഒരു അന്തം വിട്ട ജനറേഷനായിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്താ പ്രശ്നം വെച്ചാല് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാത്ത മനുഷ്യ സമൂഹത്തിൽ ഇതുവരെ ഒരു തലമുറയും 6-7 മണിക്കൂർ ഇങ്ങനെ സ്ക്രീൻ ഒരു സാധനത്തിനോടും ഇത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു തലമുറ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു തലമുറയാണ് ശരിക്കും ഇപ്പോൾ നിങ്ങളെ ജെൻസി എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണ വസ്തു എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പോഷർ ശരിക്കും ഇത്രയും സ്ക്രീൻ എക്സ്പോഷർ ശരിക്കും പല എഫക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ലോകത്തെക്കുറിച്ച് സാധാരണ പറയാം ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആയ ഒരു കാലഘട്ടമാണെന്നാണ് പറയാം. ബ്രെയിൻ റോട്ട് ആണല്ലേ. അതായത് ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു +2 സമയത്തൊക്കെ നമ്മൾ എത്തുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്നൊക്കെ പറയും ഇപ്പോഴത്തെ തലമുറ ഒന്നും പത്രം തന്നെ വായിക്കില്ല. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഇപ്പം ഈ വാപ്പാരുമാരൊക്കെ ഒരു പരാതി വെച്ചാൽ നമ്മളെ കുട്ടികളൊന്നും പത്രം പണ്ട് നമ്മളെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു സ്പോർട്സ് പേജ് മാത്രമേ വായിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം തന്നെ വായിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ രസം എന്താ അറിയോ, ചില സ്റ്റഡീസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻസിയിലെയും ജനറേഷൻ ആൽഫയിലെയും കുട്ടികൾ പത്രം വായിക്കുന്നില്ലെങ്കിലും അവർ ഡെയിലി ഒരു 5-6 പത്രങ്ങളിലെ ഇൻഫോർമേഷൻസ് ഒരു ഡെയിലി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും ഇൻഫോർമേഷൻസ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേൺ നേരത്തെ ഹഫീസ് പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ഫോം കണ്ടന്റുകളാണ്. ഈ ഷോർട്ട് ഫോമുകൾക്ക് ചില പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫോമുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പം നമ്മൾ തന്നെ ഒരു റീൽസ് കാണുമ്പോൾ ആദ്യം അവിടെ നിന്ന് ഊട്ടി മുതൽ മസനഗുഡി വരെ പോയ ഒരു സാധനം, പിന്നെ അപ്പുറത്തുനിന്ന് വേറൊരു സാധനം, ഇപ്പുറത്തുനിന്ന് സമാധിയായ സാധനം, ഇങ്ങനെ വളരെ വേഗത്തിൽ ഒരു സാധനം അതന്നെ നമുക്ക് 30 മിനിറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കുന്നില്ല. 7 സെക്കൻഡ്. നമ്മൾ ഈ യൂട്യൂബിൽ നമ്മൾ ഇത് ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ അനാലിറ്റിക്സ് നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു അനാലിറ്റിക്സ് ആണ് 3 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാരണം 3 സെക്കൻഡ് കണ്ട ആൾക്കാർ എന്നൊരു കൗണ്ട് സാധാരണ പറയലുണ്ട്. കാരണം അത്ര പോലും സമയമില്ല, ആൾക്കാർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും. ആദ്യത്തെ 3 സെക്കൻഡാണ് നോക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഷോർട്ട് ഫോം കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജെൻസിനെ കുറിച്ചും ആൽഫയെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഹെവിലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആളുകളും തലമുറയായിരിക്കും ജെൻസിയും ജനറേഷൻ ആൽഫ. അത് പറയാൻ കാരണം എന്താ അറിയുക, അപ്പോൾ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഓഫീസിനോട്. ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് നല്ലൊരു കഥ എഴുതുമെന്ന് വിചാരിക്കാം. ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്ന് ഇങ്ങനെ കഥ എഴുതുക. പെട്ടെന്ന് എനിക്ക് കോളിംഗ് ബെല്ലടിച്ച്, ഞാൻ പെന്നെ കൂടെ വെച്ച് കോളിംഗ് ബെല്ല് ആരാണ് നോക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ പരിചയമുള്ള ഒരാൾ സംസാരിച്ച് തിരിച്ച് ഞാൻ അവിടെ വന്നിരുന്നിട്ട് ആ കഥ എഴുതാൻ വേണ്ടി തുടങ്ങിയാൽ ആദ്യം കിട്ടിയിരുന്ന ഒരു ഫോക്കസ് എനിക്ക് ഒരിക്കലും കിട്ടൂല. നമുക്ക് തന്നെ അറിയുന്ന ഒരു സാധനം. ആ ഫോക്കസ് കിട്ടണമെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ അതിന് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ബ്രെയിന് അങ്ങനെയാണ്, ഫോക്കസ്ഡ് ആവുമ്പോഴാണ്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളിങ്ങനെ സെക്കൻഡ്സിൽ ഇങ്ങനെ ടോപ്പിക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ബ്രെയിൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നും ശരിക്കും പറഞ്ഞാൽ സേവ് ആവണില്ല എന്നാണ്. അങ്ങനെ പെട്ടെന്ന് പോകുമ്പോഴും കറക്റ്റ്ലി ഓവർലോഡഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യില്ല. അപ്പോൾ ഈ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും പുതിയ തലമുറക്ക് ഉണ്ട് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ വാട്സപ്പിലൊക്കെ 2x-ലും 1.5x-ലൊക്കെയുള്ള സാധനം കേൾക്കും. നമുക്ക് അതിനൊന്നൊരു ടൈം ഭയങ്കര ഷോർട്ടായ സാധനങ്ങൾക്കും ഇതിലേക്കാണ് കൂടുതൽ എക്സ്പോഷർ വരുന്നു എന്നുള്ളതാണ് ഒരു സാധാരണ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ അതിൽ എനിക്ക് തോന്നിയൊരു സാധനം എന്താ വെച്ചാൽ നമ്മളൊക്കെ എന്തോ ഒന്നാവാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്ന ഒരു ടൈപ്പ് നമ്മളെ ജനറേഷൻ. ഞാൻ ഇപ്പം ഇങ്ങനെ എടുത്തു പറയട്ടാ നമ്മളെ സാധനം ഇപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനെ കുറിച്ച് പറയും. നമ്മളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്ക് ഇപ്പം ഇല്ല തന്തവായി പോയി നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കളിക്കുന്ന ഒരു സാധനം. അപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ സംസാരിച്ച് പറഞ്ഞിരുന്നില്ലേ, ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഐഫോൺ കൊടുക്കുക,
അല്ലെങ്കിൽ ബീച്ച് പോവുക, അല്ലെങ്കിൽ എന്താ ബീച്ചിൽ നിന്ന് ഇഫ്താർ കൂടുക എന്നൊക്കെ പറയുന്ന എന്തോ ഒന്നിൻ്റെ പിന്നാലെ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എന്തിൻ്റെയോ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിലെന്തോ രസം കണ്ടെത്തുന്നു, നമ്മൾ ലൈക്കുകളുടെ എണ്ണത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരാളെ ഹുക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതിലുണ്ടാവുക? അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, സോഷ്യൽ മീഡിയ അല്ലാത്തതൊക്കെ ഈ ആപ്ലിക്കേഷൻ വെറുതെ ഉണ്ടാക്കുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസർച്ചൊക്കെ നടത്തി നമ്മളെങ്ങനെ അതിൽ ഹാബിച്വലി നമ്മൾ അതിലെങ്ങനെ ഹുക്ക് ചെയ്ത് കളയാം എന്നാലോചിച്ചിട്ടാണ് ഓരോ ഫീച്ചറും അതിൽ ഇറക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഫീച്ചർ എങ്ങനെ നമ്മൾ ഹുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ട്. ശരിക്കും സ്റ്റാറ്റസിൽ എണ്ണം എന്തിനാ? ശരിക്കും പറഞ്ഞാൽ കൗണ്ട് എന്തിനാ? അപ്പോൾ നമുക്ക് കൗണ്ട് എന്തിനാന്നുള്ളത് ചോദിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ലൈക്ക് ഉണ്ട്, ഫേസ്ബുക്കിൽ ലൈക്കിൻ്റെ എണ്ണം. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു എന്താണ് ഫീലിംഗ് ഓഫ് റിവാർഡ് എന്നൊരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എത്ര ലൈക്കായി, ആരൊക്കെ കണ്ടു, നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ അവർ ലൈക്ക് ചെയ്തു, അപ്പോൾ നമുക്കൊരു റിവാർഡ്, എന്താണ് ആ ഒരു ഫീലിംഗ്, നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഈ ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആക്ച്വലി സോഷ്യൽ മീഡിയ പോലത്തെ സാധനം. അപ്പോൾ നമ്മൾ കൂടുതൽ അതിലേക്ക് ഹുക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇങ്ങനത്തെ കുറേ മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്. അതിൽ വളരെ എല്ലാത്തിലും നമ്പേഴ്സ് ഒന്നും ഇപ്പോൾ ആദ്യം ലൈക്സിനും കമന്റ്സിനും ഇപ്പോൾ ഷെയർസിനും എല്ലാം ഒരു തരം അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിഫിക്കേഷൻ പാറ്റേൺസ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ ഒരു ഇതിനു വേണ്ടി ഒരു പ്രത്യേകിച്ച് ജെൻസി തലമുറ എപ്പോഴും അങ്ങനെയാണെന്നാണ് പറയുക. അതായത് ഈ ഒരു സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടി എപ്പോഴും ചെയ്യുന്നു. അതിൽ ഈ നേരത്തെ ഹാഫിസ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുവരവിനോടുകൂടി പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെട്ടത് ജെൻസിക്കും ജനറേഷൻ ആൽഫ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ്, നേരത്തെ ഹഫീസും പ്രയോഗിച്ചു, ഫോമോ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. ഫോമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫീലിംഗ് ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ് നമ്മൾ വിളിക്കുക. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ് നമ്മൾ ഫോമോയെ സാധാരണ വിളിക്കുക. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നുക നമ്മളിതിൽ നിന്ന് ഇങ്ങനെ ഔട്ടായി പോകുന്നു എന്നുള്ളത് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വാർത്ത ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെ എടുത്ത് നോക്കുക, നമുക്കൊരു ഇതുണ്ടാവുക. മാത്രമല്ല നമുക്കിങ്ങനെ ഫീൽ ചെയ്യുക നമ്മൾ ആൾക്കാരിങ്ങനെ കുറേ ആൾക്കാരുടെ ലൈഫൊക്കെ അടിപൊളി, ഭയങ്കര സംഭവമാണ്, എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ എന്തോ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു, അപ്പോൾ അവരെ പോലെ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഔട്ടായി പോകുമോ എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും. കുറേ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ അല്ലേ എല്ലാവരും ഞാൻ നേരത്തെ ഊട്ടി മുതൽ മസനഗുഡി പറഞ്ഞു, എല്ലാവരും ഊട്ടി മുതൽ മസനഗുഡി പോകുന്നു, നമ്മൾ പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് നാളെ നമുക്ക് എല്ലാവരും നമുക്കും പോകട്ടെ ഒരു ഊട്ടി മുതൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഭർത്താവ് ഇരുന്നിട്ട് അവരുടെ വീട്ടിലെ ബെഡിലിരുന്നിട്ട് ഒരു ഭർത്താവ് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഭാര്യ ഇരുന്നിട്ട് നോക്കുക, ഫോണെടുത്ത് നാട്ടിലെ ഭാര്യ ഭർത്താക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ എന്താ ഓരോ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അങ്ങനെ ഈ നമ്മൾ സാധാരണ അതിൽ പറയുന്നത് ഈ ഡയറി മിൽക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഐഫോൺ ഇങ്ങനെ പൊങ്ങി വരുന്ന സാധനം, എനിക്കുണ്ടൊരു ഭർത്താവ്, എനിക്കൊന്നും കിട്ടണില്ല, എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ നമ്മൾ ഇതായിപ്പോയി, ഇങ്ങനെയുള്ളൊരു ഫീൽ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ശരിക്ക് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോമോ പ്രത്യേകിച്ച് പ്രോഡക്റ്റ് കമ്പനികളും, പ്രോഡക്റ്റ് മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഫോം ഉപയോഗിച്ചാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പം തീരും, ഇപ്പം ഇതാക്കും, നമ്മളും കൂടി ഉപയോഗിച്ചില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ കുറവായിട്ട് മാറും. അതെ, നമ്മുടെ കുറവ്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ തന്ത ബൈബിൾ നിങ്ങൾ അടിച്ചൊക്കെ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇല്ലേ, ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇല്ലെങ്കിൽ ഞാൻ എന്തോ ഇതിൽ ഔട്ടായി പോകും, ഞാൻ തന്ത വൈബായി പോകുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ഫോമാണ്. ആസ്വാദനത്തിൽ ഈ സാധനം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചിലതൊന്നും കണ്ടിട്ട് ജെന്യുവൻലി ഇഷ്ടമായിട്ടുണ്ടാവില്ല, പക്ഷെ ഓക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്, എല്ലാവർക്കും ഈ വിറ്റ് വർക്കാവുണ്ട്, അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യല് നമ്മൾ തന്ത വൈബായി മാറ്റപ്പെടും എന്നുള്ളൊരു ഇതിൽ സംഭവം തമാശയിൽ നമ്മൾ പറയുമെങ്കിലും ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ് ശരിക്കും. ഫോം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ഭയങ്കര അതായത് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് കൂടി ഇതിനെ മനസ്സിലാക്കണം. ആളുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കാവുന്ന, ആങ്സൈറ്റീസ് ഉണ്ടാക്കാവുന്ന, ഈവൻ ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്തിക്കാവുന്ന സാധനം കൂടിയാണ് ഫോമോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ രാവിലെ എണീക്കുന്നു, ഞാൻ പല്ലേക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നു, ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ ഇങ്ങനെ, ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ, ഇതാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ ഈ റീലിൽ കാണുന്ന ഡേ ഇൻ. പക്ഷേ ഇത് കാണുന്ന ഒരാൾക്ക്, ഇതൊന്നും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒരാൾ അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ ഭയങ്കര ഒരു മിസ്സിങ് ഫീലോടുകൂടി, ഭയങ്കര ഒരു ഫിയറോടുകൂടി അവർ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഇതുണ്ടാക്കുന്നു. അപ്പോൾ ജെൻസിയിലെയും ജനറേഷൻ ആൽഫയിലെയും ആളുകൾക്കിടയിൽ ഫോമോ ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയി മാറുന്നു എന്നതാണ് ഒരുപാട് പഠനങ്ങൾ
തെളിയിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സിലൊരു പടം ഉണ്ട് മറ്റേ സോഷ്യൽ ഡിലമ്മ എന്ന് പറഞ്ഞിട്ട്, അതിൽ ഈ സാധനമൊക്കെ ഇങ്ങനെ കുറേയൊക്കെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, അതേസമയത്ത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്ക് സംഭവം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ പുതിയ തലമുറ, പ്രത്യേകിച്ച് ഇപ്പോൾ ജനറേഷൻ സിയും ജനറേഷൻ ആൽഫയും, ഈ തലമുറ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ എക്സ്പോഷർ ഉണ്ടായ ആദ്യത്തെ തലമുറ എന്ന നിലക്ക് അവരനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്, പ്രത്യേകിച്ച് ഈ ടെക്നോളജി എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഈ 2-3 സാധനങ്ങൾ, ഇത് മാത്രമല്ല ചില സാധനങ്ങൾ കൂടി അവർ ശരിക്കും എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. അതും ശരിക്കും നമുക്ക് നോട്ട് ചെയ്യപ്പെടുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ്. അതിലൊന്നാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ട്രാക്ഷനോടൊപ്പം ഇതാക്കുന്നതോടൊപ്പം പ്രധാനപ്പെട്ട ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകുന്നൊരു സാധനമാണ് വയലൻസ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നമ്മൾ ഈ ജെൻസി കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്കിടയിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇതിൽക്കൊക്കെ ഇടയിലൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ജനറേഷൻ ആൽഫൊക്കെ ഭയങ്കരമായിട്ട് വയലൻസിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മൾ അത് നോർമലൈസ് ചെയ്യപ്പെടുക. അപ്പോൾ പണ്ട് നമ്മൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഗെയിംസൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വീഴുന്നു, വെട്ടി വെച്ചിട്ട് വെട്ടി വെക്കണോ, ഓക്കെ, വെട്ടി വെച്ച് ചോര ഇങ്ങനെ തെറിച്ച് ഇതാക്കുന്നു, ഇങ്ങനെ ഭയങ്കര ഇതിൽ ഇതാക്കുന്നു, വെടി വെക്കുന്നു. അപ്പോൾ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയലൻസ് എന്ന് പറയുന്നത് ഭയങ്കര നോർമൽ. ഇപ്പോൾ വരുന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി, വയലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു വയലൻസ് ഉള്ള സിനിമ. അതിന് പ്രശ്നത്തെ കുറിച്ച് പറയല്ല ഞാൻ പറയുന്നത്, ഭയങ്കര നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് വരുന്നു എന്നുള്ള പഠനങ്ങൾ കൂടി ശരിക്കും ഈ പുതിയ ജനറേഷനെ കുറിച്ച് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പ്രത്യേകിച്ച് ടെക്നോളജിയുടെ കടന്നു വരും അതിനായിട്ട് ഇമ്പാക്റ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിലേ ഇപ്പോൾ നമ്മുടെ അഡിക്ഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ പോലും, ഇപ്പോൾ നമ്മുടെ ഫീഡ്, ഇപ്പോൾ പേഴ്സണലി എൻ്റെ ഫീഡിലൊക്കെ കുറേ വരുന്ന സാധനം ഈ അഡിക്ഷനെ മറികടക്കാനുള്ള മാക്സിമൈസ് മോട്ടിവേഷൻ കണ്ടൻസ് എന്നൊക്കെ ഒരു സെൻസിൽ വേണമെങ്കിൽ പറയാം. സ്റ്റോപ്പ് സ്ക്രോളിങ്, നിങ്ങൾ ഈ സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കരുത്, ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ ഒരു സെൻസിൽ അഡിക്ഷൻ ഒരു പ്രശ്നമായി വരുമ്പോഴും ഡി അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ ജോണറായിട്ട് തന്നെ അതൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡിജിറ്റൽ ഡീടോക്സ്, അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ കഴിഞ്ഞ കൊല്ലത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ ഈ ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ എന്ത് സെൻസിലാണ്, നമുക്ക് എന്തൊക്കെ മറികടക്കാൻ എന്താ വഴി? ഇതിൽ എന്താ വെച്ചാൽ, ഒന്ന് ഞാൻ പൊതുവേ ആൾക്കാരോട് പറയില്ല, നമ്മളിപ്പോൾ ഈ പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, പണ്ട് നമ്മളോട് പറയുന്നത് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അങ്ങനെയല്ല, നമ്മളൊന്നും നന്നാവണമെങ്കിൽ, നമ്മളുടെ ഒരു ലൈഫൊക്കെ ബെറ്റർ ആവണമെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ അതാണ് ശരിക്കും ഭയങ്കര സാധനം. ശരിക്കും പുതിയ കാലത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ വേറെ പാറ്റേണിൽ അതിന് നമ്മൾ വായിക്കണം. അതെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നല്ല അൽഗോരിതങ്ങളെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുക, അത് ഭയങ്കര ഒരു അപകടം എന്ന് പറഞ്ഞൊരു സാധനം. പലപ്പോഴും നമ്മളുടെ ഒരു ഫീഡുകളും നമ്മളുടെ അൽഗോരിതംസ് നമുക്ക് അറിയാലോ, നമ്മൾ കാണുന്ന സാധനങ്ങൾ തന്നെയാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ അടുത്ത സാധനങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആപ്ലിക്കേഷൻ നമുക്ക് തരിക, നിങ്ങളത് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി കൂടുതൽ കണ്ടന്റുകൾ തരും. ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ IPL കുറച്ച് വീഡിയോ കണ്ടാൽ IPL സാധനം വീണ്ടും റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സോഷ്യൽ മീഡിയ ഫീഡുകളാവട്ടെ ഇതിലൊക്കെ ആവട്ടെ, നിങ്ങൾ നല്ല അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യുക. ചിലത് നമുക്ക് ചില ആൾക്കാർ ചില സാധനത്ത്, ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായിട്ടുള്ളൊരു സാധനമാണ് ഗെയിം സ്ട്രീം എന്ന് പറയുന്നത്. ഗെയിം കളിക്കുന്നതിന് പ്രശ്നം പറഞ്ഞല്ല, അത് ഗെയിം സ്ട്രീം എന്ന് പറഞ്ഞ സാധനം ആളുകൾ ഇഷ്ടംപോലെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ജനറേഷൻ ആൽഫയിലൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് അതിൽ ഇപ്പോൾ കുറേ ആപ്ലിക്കേഷനിലൊക്കെ പോയി നോക്കിയാൽ 100,000 വ്യൂവേഴ്സ് ലൈവായിട്ട് തന്നെ കാണുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വെച്ചാൽ ആളുകൾ വന്നു പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇത് കാണും, പിന്നെ അത് വീണ്ടും അതിലോട്ട് പിന്നെ കാണും, അപ്പോൾ പിന്നെ അത് നമ്മളുടെ ഒരു ലൂപ്പിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിജിറ്റൽ പ്രൊഡക്ടിവിറ്റി, ഒരു ഡിജിറ്റൽ പാറ്റേൺ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഡിജിറ്റൽ മീൻസ് നമ്മുടെ അൽഗോരിതംസ് നല്ല ക്ലീൻ ആക്കുക. അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് ബെനിഫിഷ്യൽ ആവാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ അത് പോവും. പിന്നെ അത്തരം സാധനങ്ങൾ ഒരിക്കലും യൂട്യൂബോ ഫേസ്ബുക്കോ എന്ത് ചെയ്യില്ല. റീൽസിലും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റീൽസൊക്കെ കാണുന്ന സമയത്ത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇത് പോവും. അപ്പം ഇത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് ഒന്നാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത്. നമുക്കൊരു അൽഗോരിതം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സാധനമായി. അത് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങി മുതൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടി ഇതിനോട് ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് പോകും. അപ്പോൾ വീക്ക്ലി ബേസിൽ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വിഷയം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ ടോപ്പിക്സുമായിട്ട് ഇങ്ങനെ സെർച്ച് എഞ്ചിനിൽ നമ്മളിങ്ങനെ തപ്പുമല്ലോ. അപ്പോൾ തപ്പി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വളരെ ലെഷർ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പോലും
ഇതിങ്ങനെ ഫീഡ് ആൽഗോരിതം നമുക്ക് ഇതിങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ലെസർ ടൈമിൽ യൂസ് ചെയ്യുന്ന നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പോലും യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ബാക്കി എന്ത് സോഷ്യൽ മീഡിയ ആവട്ടെ, നമുക്ക് ഈ സാധനമാണ് വരുന്നത്. അപ്പോൾ ഈ ആൽഗോരിതം അതിനനുസരിച്ച് അപ്പോൾ അങ്ങനെ വിചാരിക്കുക ആൽഗോരിതം നമ്മളിങ്ങനെ ഇതായിരിക്കും അവന് ഇഷ്ടം എന്നിങ്ങനെ വിചാരിക്കുക. പക്ഷേ റിയാലിറ്റിയിൽ അതല്ല. നമ്മൾ ആ വിഷയത്തെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് റീൽ കളിയാക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേപോലത്തെ റീൽസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ കളിയാക്കി പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇങ്ങനെ നമുക്ക് അൽഗോരിതത്തിനെ നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും. ഫേക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ചൂസ് ചെയ്യണം ശരിക്കും. ഇതിൽ ഞാനിത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ള പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജെൻസി ശരിക്കും നമ്മൾ തന്ത വൈബ് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ഈ ജെൻസി പ്രായത്തിലുള്ള ആൾക്കാർ കുറച്ചുകൂടി പാരന്റ്ഹുഡിലേക്കും വർക്ക് പ്ലേസിലേക്കൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ ഈ ഭയങ്കര തന്ത വൈബ് ഡിസ്കഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പാരന്റ്ഹുഡിലേക്കൊക്കെ വരുന്ന ആൾക്കാരാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ ഏജിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ അവർ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 3 വയസ്സായ 4 വയസ്സായ മക്കളൊക്കെയാണ് നമ്മളുടെ ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ യൂട്യൂബിൽ കാണുന്നത് അതിൻ്റെ ബാക്കിയാണ് ആ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ നമ്മുടെ മക്കൾ ബാക്കി എന്ത് ചെയ്യുന്നത് റീൽസിൽ കാണുന്നത്. അപ്പം നമ്മളുടെ അൽഗോരിതംസ് ആക്ച്വലി നമ്മളെ മക്കളെ കൂടി സ്വാധീനിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ മോശം കണ്ടന്റുകളാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മളെ മക്കളെ കൂടി കൺസ്യൂം ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ അനിയന്മാരും കൂടി നമ്മുടെ ഫോൺ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൂടി അത് കൺസ്യൂം ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തെറ്റല്ല, ഒന്നിലേക്ക് അധികത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇതിന് ഈ പ്രായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ജെൻസിയിലുള്ള ആളുകളൊക്കെ ജോലിക്കാരായി മാറിക്കൊണ്ടിരിക്കും, കുട്ടികൾ എന്ന് മാറിയിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് കോൺസെൻട്രേഷൻ ഇല്ലാത്ത, ഇല്ലാത്തതെന്നല്ല, ഒരു പടി കുറവുള്ള, ഫോക്കസ് ചെയ്യാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ഇവർ വർക്ക് സ്പേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കാരാകുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ കുറച്ച് ജോലിക്ക് മാനേജ് ചെയ്യുന്ന ആളാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഈ ജെൻസി ഇതിലേക്ക് വരുമ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ നമ്മൾ ഈ ഇപ്പം ഞാനിപ്പോൾ ഒരു IT ഫേം റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ കുറേ HR ടൈപ്പ് കോൺക്ലേവിലും HR ടൈപ്പ് പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ അതിൽ ഹോട്ട് ടോപ്പിക് എന്താ വെച്ചാൽ മാനേജിങ് ജെൻസി. എങ്ങനെ ജെൻസി ആളുകളെ മാനേജ് ചെയ്യാൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആയ ഒരു അപ്രോച്ചാണ് എപ്പോഴും നമുക്ക് തന്നെ അറിയാവുന്ന ഒരു സാധനം. കാരണം ആളുകൾ വ്യത്യസ്തം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ സംഭവം ജെൻസി പ്രായത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി ഒരുപാട് പോസിറ്റീവ്സ് ആക്ച്വലി ഉണ്ട്. നമ്മൾ അതുകൂടി മിസ് ഔട്ട് ആവരുത് നമ്മുടെ സംസാരം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഇപ്പോൾ ടെക്നോളജി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമുക്ക് അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പണ്ട് മനുഷ്യർ ചെയ്തിരുന്ന ഒരു കാര്യങ്ങളുടെ ഒരു 2 3 4 ഇരട്ടിയോ 10 ഇരട്ടിയോ ഒക്കെ ഇന്ന് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ടെക്നോളജി ഏറ്റവും നന്നായി യൂസ് ചെയ്യാൻ അറിയുന്ന തലമുറയാണ് ശരിക്കും ജെൻസി. അപ്പോൾ സംഭവം ജെൻസി പ്രായത്തിലുള്ള ആളുകൾ നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രശ്നം നമ്മളൊരു റോങ് യൂസേജ് ഓഫ് ടെക്നോളജി എന്നുള്ളടത്താണ്. നമ്മൾ ടെക്നോളജി ഇറ്റ്സെൽഫ് ഒരു പ്രശ്നം എന്നതല്ല, റോങ് യൂസേജ് ഓഫ് ടെക്നോളജി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഹോട്ട് ടോപ്പിക് ഇപ്പോൾ സംഭവം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പാരലലി ഇതിൻ്റെ അകത്ത് ഡിസ്കഷൻ നടക്കുന്നതിലൊന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡിജിറ്റൽ വെൽബീയിങ്, ഡിജിറ്റൽ പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ തന്നെ ഡിസ്കഷനൊക്കെ ആവുന്ന ഒരു സാധനം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്തരം ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് സ്പേസിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നത് കൂടി ആവണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ജെൻസി തലമുറയിൽപ്പെട്ട ആൾക്കാർ ആലോചിക്കേണ്ടത്. കാരണം അങ്ങനെ ആലോചിച്ചാൽ അവർക്ക് ഇതിൻ്റെ ഇരട്ടിയുടെ മറ്റു മുമ്പത്തെ തലമുറയേക്കാൾ 2 സ്പീഡിൽ ചെയ്യാൻ പറ്റും എന്നതൊക്കെയാണ്. ഇപ്പോൾ ഈ നേരത്തെ ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഡീടോക്സിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു അഡിക്ഷനെ മറികടക്കാനുള്ള സംഭവം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ 6-7 മണിക്കൂറാണ് ഒരു ആവറേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇപ്പം നിങ്ങളൊക്കെ എത്ര മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് അറിയാണ്. വളരെ സിമ്പിളാണ്. നേരെ സെറ്റിങ്സിൽ പോവുക, ഗൂഗിളിൻ്റെ തന്നെ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൻ്റെ അകത്ത് പോയാൽ നമ്മളൊരു ദിവസം എത്ര മണിക്കൂർ ആവറേജ് ഉപയോഗിക്കുന്നു എന്നുള്ള ഡാറ്റ കിട്ടും. അതിൽ തന്നെ നിങ്ങൾ എത്ര ഫോൺ ഉപയോഗിക്കുന്നു, തുറക്കുന്നു, ഇതാക്കുന്നു എന്നുള്ളത് കിട്ടും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു അനന്തമായ ഒരു ആസക്തി പലപ്പോഴും ഈ സാധനത്തിനോട് ഉണ്ട്, ഈ പ്രത്യേകിച്ച് ടെക്നോളജി. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ദ ഹൂക്ക്ഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നീ റിയാൽ എന്ന് പറഞ്ഞിട്ടൊരു ഓഥറുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻസ്, സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെയാണ് നമ്മളെ ഈ പറയുന്ന ആപ്ലിക്കേഷനോട് ഹൂക്ക് ചെയ്തിട്ട് വെക്കുന്നത് എന്നതാണ് മൂപ്പര് ആ സാധനത്തിൽ കാര്യമായിട്ട് പറയുന്നത്. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫീലിംഗ് ഓഫ് റിവാർഡൊക്കെ അതിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രിഗർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നോട്ടിഫിക്കേഷനൊക്കെ കൊടുത്ത് നമ്മളെങ്ങനെ അതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതൊക്കെ ഉപയോഗിക്കപ്പെടുത്തണം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മളെ ഈ കമ്പനീസും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കമ്പനി, ഇപ്പോൾ നേരത്തെ നമ്മുടെ ഡോക്യുമെൻ്ററിയെ കുറിച്ച് പറഞ്ഞു. ഡോക്യുമെൻ്ററി ആക്ച്വലി ഇത്തരം കമ്പനികൾ എങ്ങനെ മനുഷ്യന് ഇത്തരം സാധനങ്ങളിലേക്ക് ഓവർ ഡോസേജും ചൂഷണമൊക്കെ ചെയ്യുന്നു എന്നാണ് ഡോക്യുമെൻ്ററി ശരിക്കും പറയുന്നത്. സ്ക്രീൻ ടൈമൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു കൺട്രോളാണ് വേണ്ടത്. അപ്പോൾ കൺട്രോൾ കിട്ടാൻ ഇന്ന് ലോകത്ത് പല ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ഡിസ്കഷൻസും മൂവ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട സാധനമാണ് നിങ്ങൾ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പലതരം വ്യവഹാരങ്ങളും ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പലതരം ടോക്സിഫിക്കേഷൻ ഉള്ളിൽ ഇതിലൊക്കെ ഇത്തരം ഡിജിറ്റൽ എക്സ്പോഷർ കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ആ ഡിജിറ്റൽ ഇതിനെ അതിനെ ഡീടോക്സിഫൈ ചെയ്യുക എന്നതാണ് കൺസെപ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ഡിവൈസിനോടും അതിൽ ഉപയോഗത്തോടും നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നോമ്പിലേക്ക് അടുക്കാൻ പോകണം, ഇപ്പോൾ റമദാനിലേക്കൊക്കെ അടുക്കാൻ പോകണം. അപ്പോൾ റമദാനിൽ ശരിക്കും എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുവദനീയമായ വിശപ്പ് കൂടി കാമങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് ഫാസ്റ്റ് ചെയ്യുന്നത്. എന്നതുപോലെ നമുക്ക് ഉപയോഗിക്കാനും നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു സാധനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഫാസ്റ്റ് ചെയ്യുക. കുറച്ച് നേരം ഫോൺ ഉപയോഗിക്കാതെ മാറ്റി വെക്കുക, എന്നിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ അതിൻ്റെ ഒരു അഡിക്ഷൻ, അപ്പോൾ നമുക്കത് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ആക്ച്വലി അത് പ്രാക്ടീസ് ചെയ്യണം ഇടയ്ക്ക് നമ്മൾ. പിന്നെ ചില അപ്പോഴും നമ്മളെ വില്ലനായി വരുന്ന സാധനം ഈ ഫോം ആയിരിക്കും. നമ്മൾ കുറച്ച് കാലത്തേക്ക് ഇനി സോഷ്യൽ മീഡിയ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയാതെ പോവോ, ഞാൻ ബാക്കിലായി പോവോ എന്നുള്ളൊരു പേടി ഒപ്പം വരും. അതിൽ ഈ ഇപ്പോൾ നമ്മൾ ഈ ഫോമോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ പണ്ടാരെ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ നാട്ടിലൊന്നും സംഭവിക്കാനൊന്നും പോകണില്ല എന്നതാണ് അതിലൊരു പ്രധാന സാധനം. പക്ഷേ ഈ ഫോമിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കിതിൽ പരിഹാരമുള്ളൂ. അതിൽ വേറെ ചില മൂവ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്നൊരു കുറച്ച് മാത്രം ഭയങ്കര ഡിജിറ്റൽ ഇതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള ഈ ഭയങ്കര ക്ലട്ടേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്നിട്ട് വളരെ മിനിമലായിട്ട് ഡിജിറ്റൽ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര ആൾക്കാർ ഭയങ്കര ഡിജിറ്റൽ മിനിമലിസ്റ്റിക് ഞാൻ വളരെ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഓവർ സ്ക്രീനിങ് കളർ പാറ്റേൺസിനോട് ഭയങ്കര ഇതായിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് യൂസ് ചെയ്യും. അത് ബേസിക് കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലട്ടേർഡ് ആയിട്ടുള്ള നമ്മളെ ഭയങ്കരമായിട്ട് ഹൂക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡിറ്റാച്ച് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻസിൻ്റെ എണ്ണം കുറക്കും, അതിനെ കൺട്രോൾ ചെയ്യും, യൂസേജ് വളരെ കുറക്കും, ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്യും. ഈ വഴി ഡിജിറ്റൽ മിനിമലിസത്തിന് ഡീടോക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ സ്ക്രീൻസൊക്കെ ഭയങ്കര കളേർഡൊക്കെ ആയിട്ട് മാറ്റി ജസ്റ്റ് സാധാ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ രസം തോന്നാത്ത കോലത്തിലേക്ക് നമ്മളെ ഭയങ്കരമായിട്ട് അതിനെ നമ്മളെ ആസക്തിയിലേക്ക് കൊണ്ടുപോകുന്ന എലമെൻറ്റ്സ് ഒക്കെ കുറക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു എക്സ്ട്രീം എൻഡിലേക്കൊന്നും നമ്മൾ പോയില്ലെങ്കിലും ശരിക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ ചില ഒരു അതിർവരമ്പുകൾ വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാവും. ഒരു ഉദാഹരണം പറയാം. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനാരി നോക്കിയാൽ മിക്കവാറും വീടുകളിൽ ഒരാൾ ഫോൺ എടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും അപ്പുറത്തുനിന്ന് ഓരോരുത്തരുടെ ഫോണുകൾ എടുക്കുന്നു. ഇങ്ങനത്തെ ഒരു പാറ്റേൺ. അപ്പോൾ നമ്മൾ ചില പാറ്റേണിൻ്റെ അകത്തുനിന്ന് നമ്മൾ സ്ക്രീൻസ് ഉപയോഗിക്കില്ല എന്ന് തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണം. ഭക്ഷണം കഴിക്കുന്നിടത്ത് എല്ലാവരും സ്ക്രീൻസ്, അല്ലെങ്കിൽ നോ സ്ക്രീൻ ടൈം അതായത് സ്ക്രീൻ ടൈം ഇല്ലാത്ത ചില സമയങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ പറ്റണം. രാത്രി 10 മണിക്ക് ശേഷം നമ്മൾ സ്ക്രീൻ ടൈംസ് ബെഡ്റൂമിലേക്ക് ഫോൺ, പിന്നെ ഒരു ഫാമിലി ടൈം എന്ന് പറയുന്ന ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇതാക്കുന്നു. ഇങ്ങനെ ചില പാറ്റേൺസുകൾ കൊണ്ടുവന്നാൽ ആക്ച്വലി നമുക്ക് ഇതിനെ ശരിക്കും നമ്മൾ ഈ സ്ക്രീൻ ടൈം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കുറേ. ഇപ്പോൾ എനിക്ക് പേഴ്സണലി എല്ലാവർക്കും ഉള്ള ഇഷ്യൂ ആണ്, എനിക്കും പേഴ്സണലി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ മറികടക്കാൻ വേണ്ടി ഓരോ ടെക്നിക്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ടെക്നിക്സ് എന്നുള്ളതല്ല, നമുക്ക് എന്താണോ കമ്പാറ്റബിൾ ആയിട്ടുള്ളത് അത് തപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത സാധനം, നമുക്കുള്ളൊരു പ്രശ്നം, നമ്മൾ ഒന്നെങ്കിൽ എണീച്ച പാട് ആദ്യം എടുത്ത് നോക്കുക ഫോണായിരിക്കും. ഇപ്പോൾ അലാറം വെച്ച ഫോണാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത ഒരു വഴി എന്താ വെച്ചാൽ, രാവിലെ ഒരു സുബി കഴിഞ്ഞാൽ ഒരു 7-8 മണി വരെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ രാത്രി വൈകിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഫോൺ നോക്കുന്നതാവരുത്. ഇങ്ങനെ കുറച്ച്, അതായത് തുടക്കത്തിലും എൻഡിലും ഫോൺ യൂസേജ് കുറക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് പഠനങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡോപ്പമീൻ റൈസ് അത്രയായിരിക്കും വരിക. നമ്മൾ ആദ്യേ റീൽസ് കാണുമ്പോൾ അങ്ങനെ ഡോപ്പമീൻ കയറുന്നതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെയും അത് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെൻ്റലി നമ്മൾ ഡോപ്പമീൻ എഫക്റ്റ് ഉണ്ടാവാതെ കൊടുന്നു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ തിയറീസും പേപ്പേഴ്സും ഒരുപാടുണ്ട്.
അപ്പോൾ ഇതിൽ ഒരുപാട് ടെക്നിക്സ് പറയാനുണ്ട്. ഇപ്പോൾ അതിൽ എനിക്ക് ഫീൽ ചെയ്ത സാധനമാണ് ഈ നോട്ടിഫിക്കേഷൻസ്. നമ്മുടെ ഈ ഡിസ്ട്രാക്ഷൻ്റെ മെയിൻ സാധനം നോട്ടിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ ഫോണിൽ ഒന്നിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇല്ലായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്സപ്പ് മെസ്സേജസ് മാത്രം ആക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര ഒരു റിലീഫ് ഉണ്ട്. പക്ഷെ എനിക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മളിങ്ങനെ നോട്ടിഫിക്കേഷൻ വരാതെ തന്നെ വാട്സപ്പ് തുറന്നു നോക്കാൻ തുടങ്ങി, ആരെങ്കിലും മെസ്സേജ് അയച്ചോ. ഇതൊരു ഭയങ്കര ഒരു ചുഴിയാണ് ഒരു സെൻസ് പറഞ്ഞാൽ. ശരിക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര എളുപ്പം. ഏത് അഡിക്ഷൻസും ആക്ച്വലി ഇങ്ങനെ വളരെ എളുപ്പം മറികടക്കാവുന്ന സാധനമൊന്നുമല്ല. അപ്പം നമുക്ക് കുറച്ചൊരു ടൈമിലും നമ്മൾ തന്നെ ഒരു ലൈഫിലെ പാറ്റേൺസുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുതിയ കാലത്ത് ഇതിപ്പോൾ ഒരു ഭയങ്കര അഡിക്ഷൻ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ കാണാതെ തന്നെയും നമ്മൾ യൂസേജിനെ കുറച്ചുകൂടിയും ഒരു പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളത് കൂടി ചെയ്താൽ കുറേയൊക്കെ ബെറ്റർ ആക്കി മാറ്റാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റുകൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരു 6 hours കാണേണ്ട അവസ്ഥ ഉണ്ട്. അങ്ങനെയാണ് നമ്മളൊരു ലൈഫ് പോകുന്നത്. ഓക്കെ, മനുഷ്യൻ്റെ ഒരു അഡാപ്റ്റബിലിറ്റി വെച്ചിട്ടും 6 hours ഒക്കെ കാണുന്നതിന് ചിലപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാത്ത വിധത്തിലേക്ക് പോയിരിക്കും. ഈ കാണുന്ന 6 hours ഒരു പാറ്റേൺ എടുത്തിട്ട് അതിനെ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് കൺസംഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ള ആലോചന ഉണ്ടെങ്കിൽ കുറേയൊക്കെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ റീഡിങ് പാറ്റേൺസുകൾ കൊണ്ടുവരിക, അതിൻ്റെ അകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരിക, അങ്ങനത്തെ കോണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുന്ന തോന്നുന്നു. ഇപ്പോൾ ഈ ഡിജിറ്റൽ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ റസൂലിൻ്റെ ഒരു ഹദീസ് ഉണ്ട്, ഇഹ്രി സലാമ യൻഫഉക്. അതായത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത്രയും അധികം അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതാണ് ഫീൽ ചെയ്തത്. ലൈക്ക് നമ്മൾ ഫോൺ യൂസേജ് പ്രശ്നമാണ്, അഡിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് അതിനെ പാടെ തള്ളിക്കളയുന്നതിന് പകരം അതിൻ്റെ നന്മകൾ ഏറ്റവും കൂടുതൽ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വരുന്ന കണ്ടന്റുകൾ ഒക്കെ വരുന്ന ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും. നമുക്ക് നമ്മൾക്ക് പഠിക്കാനുള്ള നാളെ നോക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്ത വീഡിയോ ഫോംസിലുള്ള കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഇനി ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കയ്യിലുള്ള സാധനം എങ്ങനെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസും ഓപ്പൺ സോഴ്സുകളും ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ ChatGPT യൂസ് ചെയ്യുന്നൊരു കോലം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് ഈ സാധനമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ AI വരുമ്പോൾ എന്താണ് നമ്മുടെ ഈ ജനറേഷനിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ്, നമ്മുടെ കോണ്ടന്റ് കൺസംഷനിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ ഒന്നെന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ ഡിജിറ്റൽ, ശരിക്കും നമുക്ക് ഒരു ഡിജിറ്റൽ ഓവർലോഡഡ് ആയ ഒരു കാലം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കുറേ കോണ്ടന്റുകൾ വരുന്നു. അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിനെ കുറിച്ചിട്ട് എടുക്കാവുന്ന യൂട്യൂബ് സെർച്ച് ചെയ്ത് തന്നെ ഒരുപാടുണ്ടോ, അത്രയും കോണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ നമ്മളൊരു 2-3 റിയാലിറ്റിയിൽ നമ്മൾ ഇതാക്കണം. ഒന്ന്, നമ്മൾ ഈ ജനറേഷനിൽ ഉണ്ടാകുന്ന റിയാലിറ്റിയിലാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കിയ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി നമുക്ക് മിസ്സിങ് ഔട്ട് ആവുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല ഒരു ഡിജിറ്റൽ നോളജ് സിസ്റ്റം ആക്ച്വലി നമുക്കില്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പണ്ട് ഇപ്പോൾ മുതിർന്ന തലമുറ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജനറേഷൻ വൈനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ ചെറുപ്പകാലത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പറുകൾ കാണാപ്പാടം പഠിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതായത് വീട്ടിലെ നമ്പർ ഏതാ, നിൻ്റെ നമ്പർ ഏതാ, അങ്ങനെ കുറേ അറിയാം. ഇന്ന് ഇപ്പോൾ നമ്മളെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ തന്നെ നമുക്ക് ഓർമ്മയില്ല. അതിനൊരു കാരണമുണ്ട്, നമ്പർ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി മുന്നോട്ട് പോയി. അപ്പോൾ ടെക്നോളജി മുന്നോട്ട് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽസൊക്കെ AI ഒരു കടന്നുവരവോടുകൂടിയും ഡാറ്റ എന്ന് പറയുന്നതിൻ്റെ ഒരു കടന്നുവരവോടുകൂടി മനുഷ്യർക്ക് കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ മതി, ആരും കാണാപ്പാടം പഠിക്കണം. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ നമുക്കൊരു നല്ല നോളജ് മാനേജ്മെൻറ്റ് സിസ്റ്റം കീപ്പ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വായിച്ച സാധനങ്ങൾ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ വായിച്ചിട്ട് ഓൺലൈനിൽ അല്ലാതെയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിക്കിൾസ്, അതിൽ നമ്മൾ ഈ മാർക്ക് ചെയ്യുമല്ലോ, നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമല്ലോ. ഈ ഹൈലൈറ്റ് ചെയ്ത സാധനമൊക്കെ ഒരു സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുന്നു, പോഡ്കാസ്റ്റിൽ അത് നല്ല പോയിന്റാണ് ആഫീസ്, അത് പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അതും എവിടെയോ കൊടുന്ന് സേവ് ചെയ്യുന്നു. പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കേൾക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ഒരു ഐഡിയ തോന്നി, അതും ഞാൻ എവിടെയോ സേവ് ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കൂടി ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തെന്ന് വിചാരിക്കാം. ഈ സ്റ്റോർ ചെയ്തത് ഇപ്പം നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യുന്നത്, ശരിക്കും നമ്മൾ കുറേ കേൾക്കുന്നു, കൺസ്യൂം ചെയ്തൊക്കെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നതുപോലെ ഇതൊക്കെ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നു. ബ്രെയിനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരാവശ്യമുള്ള സമയത്ത് നമ്മൾ പോയിട്ട് തലേന്ന് റിട്രീവ് ചെയ്തിട്ട് ഒരു സാധനം എടുത്ത് വായിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആലോചിച്ച് നോക്ക്, നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഇതിൻ്റെ അകത്തുനിന്ന്
കാരണം ഇൻഫർമേഷൻ എടുക്കാൻ വളരെ സിമ്പിളാണ്. എടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇന്ന് ടെക്നോളജികളും ടൂൾസുകളും മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഇപ്പോൾ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ബ്രെയിൻ കൺസെപ്റ്റ് തന്നെ ശരിക്കും ഡിജിറ്റൽ പ്രൊഡക്ടിവിറ്റി രംഗത്ത് ഇപ്പോൾ കാര്യമായിട്ട് കടന്നു വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രെയിൻ ഉണ്ട്, നിങ്ങൾക്കൊരു സെക്കൻഡ് ബ്രെയിൻ കൂടിയുണ്ട്. ഇപ്പം നോഷൻ, റോം എന്നൊക്കെ പറയുന്ന കുറേ ടൂൾസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഞാൻ പേഴ്സണലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറയാം. ഇപ്പം ഞാൻ വായിക്കുന്ന കിൻഡിലിൽ കുറേ വായിക്കുന്നത്, അപ്പോൾ കിൻഡിലിൽ വായിക്കുന്ന സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ നോഷനിലേക്ക് പോകും. ഞാൻ പോഡ്കാസ്റ്റ് കാണുന്ന സാധനങ്ങൾ സ്റ്റിപ്പഡ് പോലത്തെ ടൂൾസ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അത് നോട്ട്സ് ആക്കി കൺവേർട്ട് ചെയ്ത് നോഷനിലേക്ക് വരും. അപ്പോൾ എൻ്റെ എല്ലാ സാധനം നോഷനിലാണ് ഞാൻ സേവ് ചെയ്യുന്നത്. നോഷനിൽ AI ടൂൾ ഉണ്ട്. നോഷൻ അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് ഫലസ്തീനെ കുറിച്ച് ഞാൻ വായിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ നോഷന് കൊടുത്താൽ അടുത്ത് ഇങ്ങോട്ട് തരും ഒരു 10 എണ്ണം. അപ്പോൾ എനിക്കൊരു സാധനം പ്രിപ്പയർ ചെയ്യുന്നിടത്ത് ഇതാക്കുന്നത്, കാരണം അത് സേവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ നോളജ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ പോസിബിൾ ആവുന്ന ഒരു കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. റിട്രീവ് ചെയ്യാൻ സുഖമാണ് ഡാറ്റ. ഇപ്പോൾ നേരത്തെ എന്തോ ഒരു നോട്ട് ടേക്കിംഗ് ആപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ തോട്ട്സ് പറയാ. അതെ, അത് എന്താ വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ കേരളത്തിലൊരു ഇപ്പോൾ കോഴിക്കോട് തന്നെയുള്ള ഒരു സ്റ്റാർട്ടപ്പ്, ആക്ച്വലി ഒരു ദ വോയിസ് നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റായി. നമ്മൾ വേൾഡ് വൈഡ് തന്നെ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും യൂസേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വോയിസ് നോട്ടായിട്ട് ഇടാം. ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ ഇടുമല്ലോ, നമുക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോട്ട്സ് വരുന്നത്, എനിക്കിപ്പോൾ ഇന്നൊരു ഐഡിയ ഉണ്ട്, ഞാൻ എൻ്റെ കാറ് പാർക്ക് ചെയ്തത് അവിടെയാണ്, ഇവിടെ ഇതാണ്, ഇങ്ങനെ ആവശ്യമുള്ളതൊക്കെ നമുക്ക് വോയിസ് നോട്ടാക്കി ഇടാം. എന്നിട്ട് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് റിട്രീവ് ചെയ്യണമെങ്കിൽ നേരെ അവിടെ പോയിട്ട് എന്ത് ചെയ്താൽ മതി, അതിനോട് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ ചോദിച്ചാൽ നിങ്ങൾ മുമ്പ് 4-ാം തീയതി പറഞ്ഞ വോയിസ് പ്രകാരം ഇതാണ് എന്നത് റിപ്ലൈ തരും. സെക്കൻഡ് ബ്രെയിൻ പോലെ തന്നെ. ഇപ്പോഴും അതിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദ്യം കൊടുത്ത സാധനം നിങ്ങൾക്ക് സെക്കൻഡ് ബ്രെയിൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ടാഗ് ലൈൻ ആയിട്ട് പോലും കൊടുത്തിട്ടുള്ളത്. ഈ ഡാറ്റ ഒക്കെ അവരൊക്കെ എല്ലാം സൂക്ഷിച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ChatGPTക്ക് വെറുതെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, അതായത് ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ദാറ്റ് ഐ ഹാവ് ടോക്ക് വിത്ത് യു. ഞാൻ പല കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ വർക്ക് ഫ്ലോയിൽ എൻ്റെ പഠനമാവട്ടെ പോഡ്കാസ്റ്റ് ആവട്ടെ എന്തോ ആവട്ടെ ഇതൊക്കെ ഞാൻ ChatGPT ഭയങ്കര സഹായത്തിലാണ് ചെയ്യല്. അപ്പോൾ ഞാൻ വെറുതെ എന്ത് ചെയ്തു, ഇപ്പോഴത്തെ വെറുതെ ഒരു പ്രോംപ്റ്റ് അടിച്ച്, അതായത് ഞാൻ ഇപ്പോൾ ഇത്രയും കാലം നടത്തിയ ഈ ഒരു കൺസൾട്ടേഷൻ കോൺവെർസേഷൻ്റെ പുറത്ത് ഞാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഫോട്ടോ ഇമേജ് ജനറേറ്റ് ചെയ്തരാം. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ലാപ്പിന് മുമ്പിൽ ഒരു പോഡ്കാസ്റ്റ് മൈക്കൊക്കെ വെച്ച് എന്തൊക്കെ ഒരു സെറ്റപ്പിൽ കുറേയൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോംപ്റ്റും ഇതൊക്കെ ഡാറ്റ ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് ഡാറ്റ വരുമ്പോൾ എന്താ ഉണ്ടാവുക, മാറ്റം ഉണ്ടാവുക, ഈ ഡാറ്റകളൊക്കെ സേവ് ചെയ്തിട്ട് നമ്മളെ കുറിച്ച് A to Z വിവരം കിട്ടുകയാണല്ലോ. അപ്പോൾ എന്ത് മാറ്റാണ് ഈ AI വരുമ്പോൾ ഈ റിട്രീവിങ് കപ്പാസിറ്റി, ഇത്രയും വലിയ ഡാറ്റയെ റിട്രീവ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ആക്കി തരാൻ പറ്റുന്നൊരു സിസ്റ്റം വരുമ്പോൾ എന്ത് മാറ്റാണ് സംഭവിക്കുക? ശരിക്ക് നമ്മൾ ഈ കാലത്ത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്താണ് ഇപ്പോൾ ഈ കാലത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് AI-നേക്കാളൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സാധനം വെച്ചാൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻഫർമേഷനാണ് സാധാരണ നമ്മൾ ഇപ്പോൾ ഞാൻ ഉറങ്ങി എന്നുള്ളതൊരു ഇൻഫർമേഷനാണ് അല്ലേ, ഞാൻ ഉറങ്ങി, പക്ഷെ ഞാൻ 6 മണിക്കൂർ ഉറങ്ങി എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്. അതാണ് ഇൻഫർമേഷനും ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് കഴിഞ്ഞൊരു 2-3 പതിറ്റാണ്ടിൻ്റെ ഇടയിൽ എന്താണ് ലോകത്തുണ്ടായ മാറ്റം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്യപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തന്നെ. പണ്ട് നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്, ഇന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങിയ മണിക്കൂർ ഇന്ന് നമ്മൾ ഫോണിൽ കിട്ടും. പണ്ട് നമ്മൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്, ഇന്നത് എത്ര സ്റ്റെപ്പാന്നുള്ളത് കിട്ടും. പണ്ട് നമ്മൾ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹിസ്റ്ററി ടൈമിലാണ് എടുത്ത് നോക്കിയാൽ എല്ലാം ഡാറ്റ ആക്കി, നമ്മൾ സ്മാർട്ട് വാച്ച്, ഫോണ്, GPS ഇതൊക്കെ വെച്ച് ഡാറ്റ ആക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ ഡാറ്റ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്റലിജൻസിന്റെ പുറത്താണ് നമ്മൾ സംസാരിക്കുന്നത് വരെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ഓക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഞാൻ എപ്പോഴും ആൾക്കാരോടൊക്കെ പറയുന്നത്, നിങ്ങൾ ആലോചിക്കണേ നമ്മൾ ഈ പറയുന്ന ഒന്നും ഗൂഗിൾ ഇങ്ങനെ ചെവി പൊത്തിയിട്ട് ഗൂഗിൾ റിപ്ലൈ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഗൂഗിൾ അപ്പോൾ നമ്മൾ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഓക്കെ ഗൂഗിൾ ഉണ്ടെങ്കിലാണ് റിപ്ലൈ ചെയ്യുന്നത് ശരിക്ക്. അപ്പോൾ മുഴുവൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഭാര്യനോട് കേൾക്കുന്നുണ്ടേനും അത് പ്രോസസ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പം അതിൽ ഓക്കെ ഗൂഗിൾ ഉണ്ടോ എന്നുള്ളതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് ഈവൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ ഇതാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വൈഫിനോട് ഇപ്പോൾ എനിക്കൊരു ഒരു ഫ്രിഡ്ജ് വാങ്ങണം എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഫേസ്ബുക്കൊക്കെ കൊണ്ടോ 6,000 രൂപയുടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, 8,000 രൂപയുടെ ഫ്രിഡ്ജ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡാറ്റ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തുള്ള ഒരു വലിയ മാറ്റം. ശരിക്കും ഇപ്പോൾ AI എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, AI-യുടെ കൺസെപ്റ്റ് 950 മുതലുണ്ട്.
പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ AI വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡാറ്റയുടെ പ്രോസസ്സിങ്ങും എളുപ്പമാണ്. അതെ, അപ്പോൾ ഈ 2010 ശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഡാറ്റ കുറേ കടന്നു വന്നു. അപ്പോൾ ഡാറ്റയുടെ പ്രോസസ്സിങ് എളുപ്പമായി. അതിന് പറ്റിയ മെഷീൻസുകളും സാധനങ്ങളും പ്രോസസ്സേഴ്സൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഇത് കുറച്ചുകൂടി AI എന്ന് പറയുന്ന സാധനം ഇത്രയും അഡ്വാൻസ് ചെയ്തപ്പെട്ട് വന്നത്. പക്ഷേ ഇതിൻ്റെ വേറൊരു തലം കൂടി ഉണ്ട്, നമ്മൾ അതും കൂടിയാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ഓഫീസ് പറഞ്ഞ പ്രശ്നമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ഭയങ്കര ഡാറ്റ പ്രൈവസി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ഡാറ്റ എന്താ പ്രശ്നം, ഫോൺ നമ്പർ പോയാൽ എന്താ പ്രശ്നം, മറ്റേത് എന്താ, ഇങ്ങനെ സിമ്പിളായിട്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മളുടെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു, ഇപ്പം നേരത്തെ പറഞ്ഞത് നമ്മളുടെ തന്നെ, ഇപ്പം നേരത്തെ നിങ്ങൾ ഇമേജ് ആണല്ലോ ചോദിച്ചത്, ബേസ്ഡ് ഓൺ ദി മുമ്പത്തെ ചാറ്റ് വെച്ചിട്ട് എൻ്റെ പേഴ്സണാലിറ്റി ഒന്ന് പറഞ്ഞുതരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ പെർഫെക്റ്റ് പേഴ്സണാലിറ്റി ഞാൻ ട്രൈ ചെയ്തോ അതെ പറഞ്ഞുതരും. നിങ്ങൾ ഇങ്ങനെയാണ്, കുറച്ചുകൂടി ഇന്ന ഓപ്റ്റിമിസ്റ്റിക് ആണ്, മറ്റേതാണ്, ഇങ്ങനത്തെ സാധനങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ മുമ്പത്തെ ലോകം പോലെയല്ല ഡാറ്റ ഉള്ള കാലത്തെ ലോകം. നമ്മൾ ഡാറ്റയെക്കുറിച്ച് പറയാം 2020 പുതിയ കാലത്ത്, അതായത് 21ാം നൂറ്റാണ്ടിൻ്റെ എണ്ണയാണ് ഡാറ്റ എന്നാണ് പൊതുവെ പറയാം. അതായത് എണ്ണ എങ്ങനെയാണോ 20ാം നൂറ്റാണ്ടിൽ ലോകത്ത് മുഴുവൻ സ്വാധീനിച്ചത്, അതുപോലെയാണ് ഡാറ്റ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ പോകുന്നത്. ആരുടെ കയ്യിലാണോ ഡാറ്റ കൂടുതലുള്ളത് അവരാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നര്. ഇപ്പം ഞാൻ പണ്ട് കുട്ടികളോടൊക്കെ പറയുന്നത്, ഇപ്പം വാട്സപ്പ് നമ്മൾ പറയും ഭയങ്കര വലിയ സമ്പന്ന, പണ്ട് വാട്സപ്പ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താട്ടോ. ഇപ്പോൾ മെറ്റ വാങ്ങുന്നതിന് മുമ്പ് വാട്സപ്പ് അന്ന് ഒരു പരസ്യം ചെയ്തിട്ടില്ല, ഒരു ഇതും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, മെറ്റ വാട്സപ്പിൽ നിന്ന് സാധനം വാങ്ങുന്നത് എത്രയോ കോടി രൂപ, അത്രയും വാല്യുവേഷൻ വാട്സപ്പിനുണ്ട്. എന്താ കാരണം? അവരെ കയ്യിൽ ഡാറ്റ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡാറ്റയാണ് ലോകത്തെ ഏറ്റവും വലിയ സാധനം. അപ്പോൾ ഈ ഡാറ്റ ഉള്ളൊരു ലോകം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിലൊരു പ്രധാനപ്പെട്ട സാധനം, നമ്മളിപ്പോൾ ഭരണകൂടം, നമ്മൾ സാധാരണ പറയുമല്ലോ സ്റ്റേറ്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഈ ഡാറ്റ എന്ന് പറയുന്ന സാധനത്ത് വരുന്നതോടുകൂടി, പ്രത്യേകിച്ച് ഡാറ്റയും അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന AI ടൂൾസൊക്കെ വരുന്നതോടുകൂടി സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ AI കുറിച്ച് വലിയ ഡിസ്കഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ അതിലൊരു ഉദാഹരണം പറയാം. അപ്പം പണ്ട് ഇപ്പോൾ അതിൽ കുറേ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊരു പ്രധാന പഠനം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെൻട്രലൈസ്ഡ് ആയി മാറുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാം ഭരണകൂടത്തിൻ്റെ ഒരു ഭരണകൂടം അതിൻ്റെ ഭരണകൂട കേന്ദ്രീകൃതമായി മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന സാധനം. അപ്പോൾ പണ്ട് വികേന്ദ്രീകരണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഡീസെൻട്രലൈസേഷൻ ആയിരുന്നു. അപ്പോൾ പക്ഷെ ഇതിപ്പോൾ കുറച്ചുകൂടി ഏകാധിപത്യ ഭരണങ്ങൾക്ക് കുറച്ചുകൂടി സ്വാധീനം ഉണ്ടാവുന്ന രീതിയിലേക്ക് ഡാറ്റയുടെ കടന്നുവരവ് ഉപകാരപ്പെടുന്നതാണ് പറയാം. പണ്ട് ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരു അനിവാര്യതയായിരുന്നു. അതെ, കാരണം എല്ലാവർക്കും ഒന്ന് കൊണ്ടടക്കാനാവില്ല. ഇപ്പൊ സോവിയറ്റ് യൂണിയനെ കുറിച്ച് ആ സാധനം പറയുന്നുണ്ട്. അതെ, അതാണ് ഈ സോവിയറ്റ് യൂണിയനിൽ ഇപ്പോൾ പണ്ട് നമ്മൾ പറയല്ലേ, ഈ സോവിയറ്റ് യൂണിയനിൽ ഇപ്പോൾ ഫുഡ് നമ്മൾ ആളുകൾക്ക് ഇപ്പോൾ ഭക്ഷണത്തിനൊക്കെ നീണ്ട ക്യൂ നിന്നിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാം. അതൊരു സാധാരണ ഉദാഹരണം പോലെ പറയണം. പക്ഷെ അതിൻ്റെ ഒരു സിംബോളിക്കായിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ ഡാറ്റയും ഇത്രയും ആൾക്കാരുടെ സാധനം വെച്ച് മാനേജ് ചെയ്യാൻ പറ്റണില്ല ഒരു സ്റ്റേറ്റിന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പം പണ്ട് നമ്മൾ ഈ കോവിഡ് സമയത്ത് ഈ മറ്റേ ബീവറേജിന് ക്യൂ നിൽക്കുന്നത് ഓൺലൈനാക്കി എന്ന് പറഞ്ഞാൽ ഇന്നത് എളുപ്പമാണ്. എല്ലാം സെൻട്രലൈസ് ചെയ്തോ, നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ഒരു സെൻട്രലൈസ്ഡ് ഡാഷ്ബോർഡ്, മുഖ്യമന്ത്രിയുടെ ഡാഷ്ബോർഡ്, എല്ലാം ഡാഷ്ബോർഡുകളൊക്കെ കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഏകാധിപത്യ ഭരണങ്ങൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. ഇത് ശരിക്കും സൊസൈറ്റിയിൽ ഇംപ്ലിക്കേഷൻസ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും ഡാറ്റ സെൻട്രിക്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും, അതായത് പ്രത്യേകിച്ച് നാഷൻ സ്റ്റേറ്റുകളും, അവർ ഹെവിലി സിറ്റിസൺസിനെ ഡാറ്റഫിക്കേഷൻ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. ഇപ്പോൾ നമ്മൾ ആധാറിലൊക്കെ നമ്മളുടെ ആധാറിലൂടെ നമ്മളുടെ പേഴ്സണലൈസ്ഡ് ഡാറ്റ, അതുപോലെ തന്നെ ബയോമെട്രിക് ഡാറ്റ ഒക്കെ ഇതാക്കുന്നു. പുതിയ ഒരുപാട് ടൈപ്പ് ഓഫ് UPI-ID, ഇപ്പോൾ പുതിയ സ്റ്റുഡൻസിന് ഒരു സാധനം എല്ലാം ഇങ്ങനെ ഓരോ സാധനം എടുത്ത് നോക്കിയാൽ നമ്മുടെ ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ സാധനവും സ്റ്റേറ്റ് വാങ്ങുന്നു. അപ്പോൾ സ്റ്റേറ്റ് വാങ്ങുമ്പോൾ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു ഒരു സ്റ്റേറ്റിന് അവരുടെ സിറ്റിസണിനെ സർവൈലൻസ് ചെയ്യാൻ എളുപ്പമാണ്. സർവൈലൻസ് എന്ന് പറയുന്നത് ഹ്യൂജ്ലി സ്റ്റേറ്റ് അതിൻ്റെ സിറ്റിസൺസിനെ എപ്പോഴും സംശയത്തിൻ്റെ കണ്ണോടുകൂടി നോക്കാൻ കഴിയുകയും അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ ടെക്നോളജി. നമ്മൾ സാധാരണ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എങ്ങനെയാണ് സർവൈലൻസിന് ഉപയോഗിക്കുന്നുള്ളതിന് ഉദാഹരണമായിട്ട് ഈ ഇസ്രായേൽ എങ്ങനെയാണ് പലസ്തീനെ സർവൈലൻസ് ചെയ്യുക. അതിനിപ്പോൾ കുറേ
AI ടൂൾസ് അവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ 2-3 സാധനങ്ങൾ ചെയ്യലുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ മാത്രമല്ല ഒരുവിധ നാഷണൽ സ്റ്റേറ്റ്, ഇപ്പോൾ ഇസ്രായേൽ സ്വാഭാവികമായിട്ട് അവർ ഭയങ്കര ഓപ്പറേഷൻ നടത്തുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് കൂടി തന്നെ ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ വെസ്റ്റ് ബാങ്കിലൊക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ വ്യാപകമായിട്ട് നമുക്ക് പഠിച്ചു നോക്കിയാൽ കാണാം ഒരുപാട് ക്യാമറ സാധനങ്ങളുണ്ടാവും. AI ക്യാമറാസ്, ഈ ക്യാമറ പ്രോസസ്സ് ചെയ്യുന്നു, അതിൽ ആളുകളെ പ്രോസസ്സ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത്. രണ്ടാമത് നമ്മളിപ്പോൾ പല ടൈപ്പ് ഓഫ് AI കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ChatGPT പക്ഷെ നമ്മൾ കേൾക്കാത്തൊരു AI ഉണ്ട്, പ്രത്യേകിച്ച് ഇസ്രായേൽ ഉപയോഗിക്കുന്ന AI. അതിൻ്റെ പേരാണ് ഹബ്സോറ AI എന്നുള്ളത്. ഹബ്സോറ AI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇസ്രായേൽ ശരിക്കും ഫലസ്തീനിലേക്ക് ബോംബിടുന്നത് ഇന്ന് രാവിലെ എണീറ്റിട്ട് അന്ന് കുറച്ച് ഗസയിൽ കുറച്ച് ബോംബ് ഇട്ടേക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് ബോംബ് ഇടുന്നതല്ല. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് അവിടെ വീണ് അങ്ങനെയല്ല. ഇത് ആക്ച്വലി പ്രിസിഷൻ ബോംബ്, അതായത് ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് അവർ വിടുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട്, അതായത് ഇവരുടെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതിൽ ആരാണ് പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ ത്രെട്ടിൻ്റെ അനലൈസ് ചെയ്ത് പവർ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. പവർ ടാർഗറ്റ് എന്ന് വെച്ചാൽ മനുഷ്യന്മാർ മാത്രമല്ല, ബിൽഡിങ്സുകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഇതൊക്കെ ടാർഗറ്റാണ് അവരുടെ. അതൊക്കെ പൊട്ടൻഷ്യൽ ത്രെറ്റാണ്. അപ്പോൾ ഈ ത്രെട്ട് അനലൈസ് ചെയ്തിട്ട് ഇത് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് ഒരു ഇത് അങ്ങോട്ട് പോയിക്കോട്ടെ ഇന്ന്. അപ്പോൾ ഈ ത്രെട്ടിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള AI-യുടെ പേരാണ് ഹബ്സോറ AI. ഒരു പ്രൊജക്ട് നിംബസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് ആക്ച്വലി. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ടെക് രംഗത്തൊക്കെ വലിയ രീതിയിൽ ഗൂഗിളിൻ്റെ ആമസോണിൻ്റെ ഒക്കെ പ്രൊജക്റ്റ് ആക്ച്വലി ഇതിലുണ്ട്. അപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ ആളുകൾ വലിയ രീതിയിൽ സമരമൊക്കെ നടത്തിയത് ഈ ഒരു പ്രൊജക്റ്റിനെതിരെ, പ്രൊജക്ട് നിംബസിനെതിരെയാണ്. ബില്യൺ ഭയങ്കര വലിയ ഒരുപാട് സ്വാഭാവികമായിട്ട് ഇത്രയും പ്രോസസ്സിങ് ചെയ്യേണ്ട ഇത്രയും ആളുകളുടെ ഡാറ്റ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് എതിർത്തുകൊണ്ടൊക്കെയാണ് കുറേ ആളുകൾ വാക്കൗട്ട് ചെയ്തിട്ട് സമരമൊക്കെ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ നടന്നിരുന്നത്. ഇതേപോലെ തന്നെ AI ഇപ്പം നമുക്ക് ഒരേ സമയം സർവൈലൻസ് എന്ന് പറയുന്നത് ശരിക്കും ഡാറ്റ ഉപയോഗിച്ചിട്ട് പല രീതിയിൽ ഇന്ന് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ച് സാധനങ്ങളുടെ ഡാറ്റ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നു. സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള സർവൈലൻസ് മെത്തേഡ് ഉണ്ട്. അണ്ടർ സ്കിൻ എന്ന് പറഞ്ഞാൽ ചിപ്പുകളൊക്കെ ഇനി വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് നമ്മളുടെ ഉള്ളിലൊക്കെ. അപ്പോൾ നമ്മളുടെ സർവൈലൻസ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ ഓരോ സിറ്റിസൺസും അവരുടെ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അണ്ടർ ദ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കിൻസിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയാം. പക്ഷേ നിങ്ങൾ ഓരോ ഇതുണ്ടാവും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു സാധനത്തെക്കുറിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ മൂഡി എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൂഡിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ BP ലെവൽ എത്ര, മറ്റേതിൻ്റെ എത്ര എന്നത് ഡയറക്റ്റ് സ്റ്റേറ്റിലേക്ക് കിട്ടുന്ന ഒരു പാറ്റേണിലേക്ക് കൂടി സർവൈലൻസിൻ്റെ പാറ്റേണുകൾ മാറുന്നു എന്നുള്ളതാണ്. അത്രയും ഡാറ്റ സെൻട്രിക് ആയിട്ടാണ് സ്റ്റേറ്റുകൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിൽ ഈ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് AI എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റത്തിനെ എങ്ങനെ, ജുഡീഷ്യൽ സിസ്റ്റത്തിനെ എങ്ങനെ ഇത് അനലൈസ് ചെയ്യുന്നത്? ജുഡീഷ്യൽ സിസ്റ്റം പോലെ തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാന ഘടകം AI-നെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഗൂഗിളിലാണ് ഒരു സാധനം സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 4-5 റിസൾട്ട് വരും, അതിൽ ഏതാണ് നല്ലത് നോക്കിയിട്ടാണ് ഇത് കൊള്ളാം എന്നത് വായിക്കാം. ഇന്ന് അങ്ങനെയല്ല, നമ്മൾ നേരെ പോയിട്ട് ChatGPT അടിക്കുന്നു, ChatGPT പറഞ്ഞ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ AI-നെ ഡയറക്ട്ലി വിശ്വസിക്കുന്നു എന്നുള്ളത്. സെർച്ച് എഞ്ചിനിൽ അടിച്ചാലും ഫസ്റ്റ് AI ജനറേറ്റഡ് സാധനമായിരിക്കും ഫസ്റ്റ്. സ്വാഭാവികം അതും ഗൂഗിളിൽ തന്നെ കൊണ്ടുവന്നുള്ള. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് AI കടന്നു വരുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ AI കടന്നു വരുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വലിയൊരു തിയററ്റിക്കൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം മണ്ഡലം. അപ്പോൾ നമ്മുടെ ബോധം എന്ന് പറയുമല്ലോ, ശരിക്കും നമ്മളെ ബോധമുണ്ട്. ഈ ബോധം ശരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ് എങ്ങനെ ബിൽഡ് ചെയ്തെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മളുടെ മുൻപത്തെ അനുഭവങ്ങൾ, നമ്മൾ ഉമ്മി വാപ്പി നമ്മളോട് പറഞ്ഞത്, നമ്മൾ തന്നെ കുറേ കാലങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോധം ഉണ്ടാവുക. എക്സ്പീരിയൻസ്, ഇങ്ങനത്താണ് ബോധം എന്ന് പറയുന്ന സാധനം, കോൺഷ്യസ്നെസ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതാവില്ല. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിയററ്റിക്കലി, നമ്മൾ പറഞ്ഞാൽ സയൻസിലൊക്കെ വെച്ചിട്ട് തിയററ്റിക്കലി ഉണ്ടാക്കിയെടുത്താണ് ഇൻ്റലിജൻസ്. അപ്പോൾ ഈ കോൺഷ്യസ്, ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ തീ തൊടരുത് എന്ന് നമുക്ക് അറിയണ, അത് നമ്മളൊരു ബോധത്തിൽ നിന്നാണ് വരുന്നത്. തൊടാൻ പാടില്ല, ഇതാക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ തീ ഇത്ര കത്തിൽ കത്തും എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റലിജൻസാണ്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ കോൺഷ്യസ്നെസ്സും ഇൻ്റലിജൻസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യർ അവൻ്റെ കൊല്ലങ്ങളായിട്ട് മനുഷ്യൻ്റെ കുറേ വർഷങ്ങളായി മനുഷ്യനുണ്ടാക്കിയെടുത്ത ഈ കോൺഷ്യസ്നെസ്സിനെ വിട്ടിട്ട് ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻ്റലിജൻസിനെ റിലേ ചെയ്യുന്നു എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഒരു ഉദാഹരണം പറയാം. അപ്പം നമ്മൾ പണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് പോവാണ്.
ഇപ്പോൾ ഹാഫീസ് അങ്ങനെ പോകുമ്പോൾ പണ്ട് എങ്ങനെ വെച്ചാൽ ഹാഫീസ് പറയുമോ ഏറ്റവും നല്ലത് ഇവിടുന്ന് നേരെ ആദ്യം ഈ വഴി കൂടെ പോവുക, എന്നിട്ട് അപ്പുറത്ത് കൂടെ പോവുക, എന്നിട്ട് ഇപ്പുറത്ത് കൂടെ പോവുക, അങ്ങനെ ഒരു വഴി എളുപ്പ വഴി പറയും. നമ്മൾ ബൈക്കിലൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ഉൾവഴി കൂടെ ഒക്കെ നമ്മൾ പറയുമല്ലോ. ഇന്ന് നമ്മൾ എന്താ ചെയ്യുക? ഇന്ന് നമ്മൾ നേരെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നോക്കും ഇവിടുന്ന് ഇങ്ങോട്ട് ഏതാ വഴി, ഇങ്ങനെ ഒരു വഴിയുണ്ട്, അപ്പോൾ 45 മിനിറ്റ്, ഇങ്ങനെ പോയാൽ 35 മിനിറ്റ്, അപ്പോൾ നമ്മൾ 35 മിനിറ്റ് എടുക്കും. അപ്പോൾ ഹാഫീസ് പറയും അല്ല ഇതാ ഈ വഴി എന്നാണ്, നമ്മൾ കേൾക്കൂല. അപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം അതാണ്. അപ്പോൾ നമ്മൾ കോൺഷ്യസിനെ വിട്ടിട്ട് ഇൻ്റലിജൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ എ ഐ ജനറേറ്റ് ചെയ്യുന്ന സാധനത്തെ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്നിടത്തേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ എ ഐ സാധനങ്ങൾ നമ്മളുടെ ജുഡീഷ്യറിയിൽ ഡിസിഷൻ മേക്കിംഗ്, അതായത് സൊസൈറ്റിയിൽ ഡിസിഷൻ മേക്കിങ്ങിലേക്കൊക്കെ കടന്നു വരുന്നു എന്നുള്ളതാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. അതായത് ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പറയാം, ഈ നമ്മൾ ആളുകൾക്ക് ജാമ്യം കൊടുക്കുക. അപ്പോൾ ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴത്തെ ജാമ്യം എന്താ, ചങ്ങായി എന്താണ് ജാമ്യം കൊടുത്താൽ ഓടി പോവോ ഇല്ലയോ അറിയോ, അങ്ങനെയൊക്കെ വെച്ചിട്ടാണല്ലോ ഈ ജഡ്ജിയുടെ ഒരു സിമ്പതി അയാളുടെ ഒരു എന്താണ് പവറും ഇതൊക്കെ വെച്ചിട്ടും അയാളുടെ ഒരു വിവേചനാധികാരം വെച്ചിട്ടാണ് അയാൾ കൊടുക്കുന്നത്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ ജഡ്ജിനേക്കാൾ നന്നായിട്ട് ഇത് പറയാൻ എ ഐക്ക് പറ്റുന്നതാണ് സ്റ്റഡീസ് ഉള്ളത്. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എ ഐ ടൂൾസ് കൈകാര്യം ചെയ്യും. എന്ത്, നിങ്ങൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ, അപ്പൊ അതിനൊരു അൽഗോരിതം വേണം. ഈ അൽഗോരിതം സ്റ്റേറ്റ് ആണ് ഉണ്ടാക്കുക. ഈ അൽഗോരിതത്തിന് ഒരു പ്രശ്നമുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അൽഗോരിതം ഉണ്ടാക്കുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. ഈ എ ഐയുടെ ഏറ്റവും വലിയ പ്രശ്നം, എ ഐ ഉണ്ടാക്കുന്ന അൽഗോരിതംസ് ആരുണ്ടാക്കുന്നത്, മനുഷ്യനുണ്ടാക്കുന്നത്. അപ്പോൾ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന എല്ലാ മുൻവിധികളും ബയാസസും അത് ഉണ്ടാക്കുന്ന എ ഐക്കും ഉണ്ടാവും. അത് സബ്ജക്റ്റീവാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാണ്, കുറേ സ്റ്റഡീസും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന അൽഗോരിതത്തിൽ മുസ്ലിങ്ങളായ തീരദേശ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ജാമ്യം കൊടുത്താൽ ഓടിപ്പോവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നതാണ് സ്റ്റഡീസ്. എങ്കിൽ എ പറയും ഈ ചങ്ങായി മുസ്ലിം ഇതാണ്, അങ്ങനെ പറയില്ല, ഇയാൾക്ക് ജാമ്യം ഇല്ല എന്ന് പറയും. അപ്പോൾ ഡാറ്റ വെച്ചിട്ട് പ്രോബിലിറ്റി ഇതൊക്കെ വെച്ചിട്ട് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകാനുള്ള, കാരണം ആരാണിത് കൊടുക്കുന്നത്, അൽഗോരിതം കീപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരം പൊതുവേ ഈ ഇതിനെക്കുറിച്ചുള്ള എ ഐ വരുന്നതിന് ശേഷമുള്ള ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഡിസ്ക്രിമിനേഷൻ നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ക്രിമിനേഷനൊക്കെ ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ദലിത് കമ്മ്യൂണിറ്റി, അങ്ങനെ പല രീതിയിൽ കമ്മ്യൂണിറ്റി വൈസാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനിയുള്ള ഡിസ്ക്രിമിനേഷൻ്റെ ഒരു പ്രത്യേകത ചിലപ്പോൾ അങ്ങനെ കമ്മ്യൂണിറ്റി വൈസ് തന്നെ ആവണം നിർബന്ധമില്ല. മേ ബി അയാൾ കമ്മ്യൂണിറ്റി അതായത് അയാൾ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മൊത്തം കമ്മ്യൂണിറ്റി ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അതായത് ഇതിൽ ആളുകളെ തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാവുന്ന പാറ്റേണിലേക്ക് ഇന്ന് എളുപ്പമാണ്. കാരണം ആരൊക്കെ ഇന്ന ആളെ കുറിച്ച് പറയുന്നു, ആരൊക്കെ എന്താണ് മുസ്ലിം അസോസിയേഷൻ നടത്തുന്നു, ആരൊക്കെ ഇത് ചെയ്യുന്നു, അവരെ മാത്രം ഇത് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാം ഒരു സ്കോറിലേക്കും ഡാറ്റിഫിക്കേഷനിലേക്കും കടക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഉദാഹരണം, നമ്മൾ കടം കൊടുക്കുക എന്ന് പറയാലോ, നമ്മൾ കടം കൊടുക്കുന്ന ഇപ്പോൾ ബാങ്കിലൊക്കെ പോയിട്ട് ലോണ് ചോദിച്ചു കഴിഞ്ഞാൽ സിബിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക. അപ്പം നമുക്കറിയില്ല സിബിൽ സ്കോർ, നമ്മളിങ്ങനെ പറയും ഇങ്ങനെ തിരിച്ചടവ് വെച്ചാൽ സിബിൽ സ്കോർ കുറയും, മറ്റേതാക്കിയാൽ കുറയും, ഇതാക്കിയാൽ കൂടുന്നല്ലാതെ എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ സിബിൽ സ്കോർ ഇത്രയെന്നുള്ളത് നമുക്ക് പറയാൻ അറിയില്ല. അതൊരു അൽഗോരിതത്തിനെ കീപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. എന്നതുപോലെ നിങ്ങൾക്ക് ജാമ്യം കിട്ടാനുള്ള നിങ്ങളുടെ സ്കോർ, ഇതിനുള്ള നിങ്ങളുടെ സ്കോർ, നിങ്ങൾക്ക് ഈ ബാങ്ക് ലോൺ കിട്ടാനുള്ള നിങ്ങളുടെ സ്കോർ, ഇങ്ങനെ ഓരോന്നിനും സ്കോറായി വരുമ്പോൾ അതിൻ്റെ പിന്നിലെ അൽഗോരിതം എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളെ ജോബിൽ നിന്ന്, നമ്മൾ ഗവൺമെൻറ് ജോബിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നു. എന്താണ് കാരണം എന്നറിയാത്ത വ്യവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് ഈ പ്രത്യേകിച്ച് ഈ ടെക്നോളജി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ഒരുപാട് ഉപയോഗങ്ങളുടെ ഈ നെഗറ്റീവ് സെൻസ് പറഞ്ഞാൽ ബാക്ക് ടു നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് എത്തിയാൽ, ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ക്ലാസ് പഠിക്കുന്നതിനേക്കാൾ ഞാൻ കൂടുതൽ നോളജബിൾ ആവുന്ന ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടും ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിലാണ് ഞാൻ കൂടുതൽ ഇതിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഈ യൂഡെമി, സ്കിൽ ഷെയർ, ഇങ്ങനത്തെ ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, യൂട്യൂബ് ഇറ്റ്സെൽഫ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാനുള്ള സാധ്യത തുറന്നു വന്നിട്ടുണ്ട്. മറ്റേ ക്ലാസ് മുറിയിൽ ഇരുന്നുള്ള ഒരു പഠനം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സാധ്യത ഇങ്ങനെ ഭയങ്കര അത്രയും നോളജബിൾ ആവാനുള്ള ഒരുപാട് സാധ്യതകൾ ഇങ്ങനെ തുറന്നു തരാം. അപ്പോൾ എനിക്കിങ്ങനെ ആലോചന, ഇപ്പോൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയി, ഇപ്പോൾ AI വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളെ എഡ്യൂക്കേഷനിൽ എന്ത് മാറ്റം വരിക, എന്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക? ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ആകെ ഒരു 100-300 വർഷത്തെ ഇതുള്ളൂ. ഞാൻ കുട്ടികളൊക്കെ ചെയ്യലാണ്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് എത്ര വർഷത്തെ പഴക്കമുണ്ട്? കുട്ടികൾ 1000-2000 വർഷം. അപ്പോൾ ഈ മറ്റേ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് നമ്മൾ, അതിന് മുമ്പ് ഗുരുകുലം എന്നൊക്കെ പറഞ്ഞാൽ അതിന് പൊതുവെ പറയാന്ന് വെച്ചാൽ
ഈ സ്റ്റാക്ക്ഡ് നോളജ് എന്ന് പറയുന്ന ഒരു സബ് കൺസെപ്റ്റ് ഉണ്ട്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ ആയിട്ട് പണ്ട് എന്താണോ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് എന്താണോ അത് കിട്ടു വാങ്ങി പഠിച്ചു പോരുക എന്നുള്ളത് നമ്മൾ പറയാം. ഇപ്പം സ്റ്റാക്ക്ഡ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലബസ് ഉണ്ട്, ആ സിലബസ് എല്ലാവരും പഠിപ്പിക്കുക. ടീച്ചർക്ക് കുറേ വിവരണ്ടായിട്ട് കാര്യം അത് പറഞ്ഞു പഠിക്കാൻ പറ്റില്ല. ആ നോളജ് എന്താണോ സിലബസ് അത് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ഇപ്പോൾ അതെ. അപ്പോൾ സ്റ്റാക്ക്ഡ് നോളജാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറിയിട്ട് ഇപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാക്ക്ഡ് നോളജ് ഒരു ഫ്ലൂയിഡായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഡിഫറൻസ് പുതിയ കാലത്ത് ഉണ്ടായ ഒരു സാധനം. അതെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ട് ആളുകൾക്ക് ഇപ്പം നോളജ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളോ ഇതിനോ ഒന്നും അല്ല കുട്ടികൾ നിൽക്കുന്നത്. പലതരം സാധ്യതകൾ ഇന്ന് കുട്ടികൾക്ക് മുന്നിൽ ഓപ്പൺ അപ്പ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പേഴ്സണലൈസേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് നോളജ്, ഇത് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ ഡാറ്റ ഒക്കെ ഇതാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ഇന്ന് ആപ്ലിക്കേഷനൊക്കെ തരുന്നത്. ഇപ്പോൾ ആഫീസിൻ്റെ യൂട്യൂബും എൻ്റെ യൂട്യൂബും തുറന്നാൽ കാണുന്ന വീഡിയോസ് ഡിഫറെൻ്റ് ആയിരിക്കും, എൻ്റെ ആമസോണൊക്കെ തുറന്നാലും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് എൻ്റെ ആദ്യത്തെ സാധനം കാണിച്ചത്. അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് വെച്ചാൽ വൺ ഫിറ്റ് സൈസ് ഓൾ എന്നുള്ളതാണ്. ഒരു സാധനം എല്ലാവർക്കും ഒരുപോലെ ടീച്ചർ ഒന്ന് ക്ലാസ് എടുക്കുന്നു, എല്ലാവരും അത് കേൾക്കുക, പഠിക്കുക, ഇതുപോലെ പഠിക്കണം. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പലരും ഇന്നലെ വൈകി വന്നവരുണ്ടാവും, അല്ല ഇന്ന് വൈകി വന്നവരുണ്ടാവും, ഇന്നലെ ഉറങ്ങിയവരുണ്ടാവും, പിന്നെ ഇത് കുറഞ്ഞ എന്താണ് അവരുടെ IQ ലെവൽ കുറവുണ്ടാവും, കൂടുതലുണ്ടാവും, അടുത്ത ക്ലാസ് പഠിച്ചോ വന്നവരുണ്ടാവും, ഇങ്ങനത്തെ പലരും ഉണ്ടാവും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ഉള്ള AI ഒക്കെ വന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ജനറേഷനിലെ തലമുറയിൽപ്പെട്ട ജെൻസിക്കും ജനറേഷൻ ആൽഫക്കും ബീറ്റക്കൊക്കെ ഇത് സ്കൂളിൽ പോയിട്ട് അതിൻ്റെ ഒരു ബേസ് പഠിക്കുകയും ഇതാക്കുകയും ചെയ്തിട്ട് അവൻ്റെ സമയത്ത് എപ്പോഴാണ് അവന് ആക്റ്റീവ് ആവുന്ന ടൈം അതിരുന്നിട്ട് യൂട്യൂബിലോ എല്ലാതെയൊക്കെ നോക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത എത്തുകയാണ്. അത് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ChatGPT നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT എന്താണ് ഞാനെന്നൊക്കെ ഉള്ളത്, അതല്ലാതെ തന്നെ നോളജിന് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കലുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഇപ്പം എനിക്കിപ്പോൾ ക്രിക്കറ്റ് ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ പറയാണ് പൈതഗോറസ് തിയറം പഠിക്കുകയാണ്. അപ്പോൾ എന്താണ് പൈതഗോറസ് തിയറം എന്നുള്ളത് ക്രിക്കറ്റിൻ്റെ ഉദാഹരണത്തിലൊന്ന് പറഞ്ഞുതരും എന്നൊരു പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്കിത് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പേഴ്സണലൈസ്ഡ് ആയിട്ട് പൈതഗോറസ് തിയറം പഠിക്കാം, നമ്മുടെ അഭിരുചിൻ്റെ അതിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പഠന മെത്തേഡുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ AI വരുന്നതോടുകൂടി നമ്മുടെ നോളജ് സിസ്റ്റത്തിൽ വലിയ ഡിസ്റപ്ഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നേരത്തെ ഈ തലമുറയിൽ തമ്മിൽ വ്യത്യാസം പറഞ്ഞില്ലേ, എന്നാൽ നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് അത് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കും, കുട്ടികളത് ChatGPT ഇട്ടിട്ട് നോക്കിയിരുന്ന് എഴുതും. അപ്പം ഞാൻ എപ്പോഴും ടീച്ചേഴ്സിനോടൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾ ChatGPT ഒക്കെ പോലത്തെ ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് കൊടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളോട് പറയണം, നാളെ മുതൽ ഇപ്പോൾ ഇപ്പോൾ ലിറ്ററേച്ചറാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ കുട്ടികളോടൊക്കെ ChatGPT വൈക്കം മുഹമ്മദ് ബഷീർ ആവാൻ പറയാം. എന്നിട്ട് ChatGPT ആക്ട് ആസ് എ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരു ഇൻ്റർവ്യൂ നടത്താൻ പറയാം. നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ ഇൻ്റർവ്യൂ, അപ്പോൾ എല്ലാവരും ചോദ്യം ചോദിച്ചിട്ട് ChatGPT ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടിയതായിട്ട് കുട്ടികൾ വരട്ടെ. അങ്ങനത്തെ പുതിയ അസൈൻമെൻറ്റുകൾ, അതായത് നമ്മൾ നിലവിലെ ടൂൾസ് ഉപയോഗിച്ചിട്ട് തന്നെ, അപ്പോൾ കുട്ടികൾ അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചോദിക്കും. അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നേരത്തെ ഹാഫീസിൻ്റെ പേഴ്സണലൈസ്ഡ് സാധനം ChatGPT അറിയാമെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ ഹാഫീസാണ് ചോദിക്കണമെങ്കിൽ പോഡ്കാസ്റ്റിനെ കുറിച്ചിട്ടും ആര് പറയും, വൈക്കം ബഷീർ പറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇങ്ങനത്തെ പേഴ്സണലൈസേഷൻ ശരിക്കും നല്ല സാധ്യത. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ഡാറ്റ വെച്ചിട്ട് തന്നെ ഞാൻ ഇത്രയാണ് പഠിച്ചത്, അപ്പോൾ എൻ്റെ ഏത് AI എൻ്റെ കുറവ്, അവിടെ AI ടൂൾസ് തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ പുതിയ സിസ്റ്റത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചേഴ്സ് എന്ന് പറയുന്ന മെൻറ്റേഴ്സായി മാറുകയും ഇത്തരം AI ടൂൾസുകളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു പ്രൈമറി സോഴ്സായി ടീച്ചിങ് ലേണിംഗ് സോഴ്സുകളായിട്ട് മാറുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ആകെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ലേൺ ഹൗ ടു ലേൺ എന്നുള്ളതാണ്, എങ്ങനെ പഠിക്കുക എന്നുള്ളത്. കാരണം കുറേ ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബിലൊക്കെ കുട്ടികൾ ക്ലാസ്സൊക്കെ കേൾക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഇരുന്ന് നോട്ട്സൊക്കെ എടുക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫുള്ള് കേൾക്കാം, എന്നിട്ട് നിങ്ങൾ കേൾക്ക് ഫുള്ള്, എന്നിട്ട് ഇന്നിപ്പോൾ ടൂൾസ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ യൂട്യൂബിൽ 1 മണിക്കൂറുള്ള വീഡിയോൻ്റെ മൊത്തം നോട്ട്സ് എടുക്കാൻ ഇന്നൊരു ഒരു ക്ലിക്ക് അതിന് ടൂളുണ്ട്. ജസ്റ്റ് എടുത്താൽ യൂട്യൂബിൽ മൊത്തം നോട്ട്സ് കിട്ടും. 1 മണിക്കൂറുള്ള സാധനം ഒരു 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ മുന്നിലേക്ക് അവൈലബിൾ. അങ്ങനത്തെ ഒരുപാട് സാധ്യതകൾ ഇന്ന് ടെക്നോളജി രംഗത്ത് ഉണ്ട്. അതുകൂടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. ഈ പ്രൊഡക്ടിവിറ്റി, ഈ ഡിജിറ്റലി നമ്മളങ്ങനെ പ്രൊഡക്റ്റീവായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സാധ്യത ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അന്ന് നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ അമലുകൾ ചെയ്യാനുള്ളൊരു ടൈപ്പ് ഓഫ് സാധ്യത ഇതിനുണ്ട്.
ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ നമ്മൾ ഇത് പോഡ്കാസ്റ്റിന് മുമ്പ് സംസാരിച്ച് പറഞ്ഞിരുന്നല്ലോ, ഈ ഹസനാത്തുകൾ കൂട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട്. കാരണം ഇത് ഭയങ്കര വലിയ കൺസേൺ ആണ്. കാരണം നമ്മൾ സമയം, നമ്മുടെ ആരോഗ്യം, ഇതാണല്ലോ നമ്മളിതിൽ ദിവസവും സ്ക്രീൻ ടൈമായിട്ട് ഇതിൽ നമ്മൾ ചിലവഴിക്കുന്നത്. പിന്നെ അമത്താനി മഹബൂനും ഫിഹിമ കസീറും മിനന്നാസ്, നമ്മളോട് പഠിച്ചോൻ ചോദിക്കുന്ന രണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന രണ്ട് സാധനങ്ങൾ നാളെന്തായിരിക്കും? നമ്മളെ സിഹത്തും ഫറാഗും, നമ്മുടെ ഒഴിവ് സമയവും നമ്മുടെ ആരോഗ്യമായിരിക്കും. അപ്പോൾ എന്താ ആസ് എ യൂത്ത് ഇങ്ങനെ ഈ പ്രായത്തിൽ ഈ സമയത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന പ്രൊഡക്ടിവിറ്റി അങ്ങനെയും നമ്മളെ ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കണം. ഇതിനെങ്ങനെ ഡിജിറ്റലി നമുക്ക് നല്ല നിലയ്ക്ക് യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒക്കെ ഒപ്പം ഈ സാധനം എപ്പോഴും ടെൻഷനായിട്ട് നമുക്ക് ഉണ്ടാവും. ഈ സമയം ഞാൻ വേസ്റ്റ് ആവണല്ലോ, സമയം വേസ്റ്റ് ആയി പോകണല്ലോ, എൻ്റെ ആരോഗ്യം നല്ല സമയമാണല്ലോ ഈ പോകുന്നത്. അപ്പം ഇതിനെങ്ങനെ ഡിജിറ്റലി യൂസ് ചെയ്യാൻ പറ്റുക, കൂടുതൽ അമലുകൾ നേടിയെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു സ്കോപ്പുമാണ്. ആ സാധ്യത നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണെന്നുള്ളതാണ്. അതെ, ഇതിൽ രസത്തെ വെച്ചാൽ ഞാൻ ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ ഈ ഗെയിംസൊക്കെ കളിക്കുമല്ലോ, ഈ ഗെയിമിൽ ചില ഗെയിംസ് റണ്ണിങ് ഗെയിംസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് പോയാൽ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യും. രണ്ട് ഓപ്ഷൻ നമുക്ക് ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ ഒരു എൻഡിൽ നിന്ന് വെറുതെ ഓടിയിട്ട് അവസാനം വരെ എത്തിയാൽ നമ്മൾ ആ ലെവൽ കംപ്ലീറ്റ് ചെയ്യും, അടുത്ത ലെവൽ തുടങ്ങും. അതല്ലാതെ നമുക്ക് ആ പോകുന്ന വഴിക്ക് കുറേ സ്വർണ്ണ നാണയം ഉണ്ട്. അതൊക്കെ അങ്ങനെ കുറേ ഗെയിം നമ്മൾ കണ്ടില്ലേ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്ത് ടെമ്പിൾ റൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗെയിമുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോയിന്റുകളൊക്കെ എടുത്തിട്ട് ഒരുപാട് പോയിന്റോട് കൂടിയും ലെവൽ കിടക്കാം. അപ്പോൾ ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു അവസ്ഥ. അതെന്താ വെച്ചാൽ ഇപ്പം ഞാൻ എപ്പോഴും ഈ തലമുറയുടെ പ്രശ്നങ്ങളാണ് നമ്മൾ കുറേ പറഞ്ഞത്. ശരിക്കും ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് തലമുറയുടെ പ്രശ്നം ഇത് നമുക്ക് മാത്രം കിട്ടിയ ഒരുപാട് അനുഗ്രഹമുണ്ട്. ആ ഒരു അനുഗ്രഹം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് ഓവറാക്കിയിട്ടൊക്കെ നമ്മൾ പറയും, സ്വഹാബിമാർക്ക് കിട്ടിയതിനേക്കാൾ ചില അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ പേരെന്താ വെച്ചാൽ അതാണ് ഈ ടെക്നോളജി. അതെന്താ വെച്ചാൽ ഇപ്പോൾ പണ്ട് ഒരാൾക്ക് ഞാൻ ഒരു സിമ്പിൾ വരുന്നതാണ്, നമുക്ക് ഒരാൾക്ക് സന്ദേശം എത്തിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ ഈ പൊതുയോഗമൊക്കെ നടത്തും. പൊതുയോഗം എന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ല കേട്ടോ ചിലർക്ക്. ഇപ്പോൾ പൊതുയോഗം നടത്തുമ്പോൾ ഒരു 30-40 ആൾക്കാരൊക്കെ വരും. ഒരാൾ എന്നിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പോഡ്കാസ്റ്റ് ഒക്കെ പോലെ പ്രസംഗിക്കുമ്പോൾ ഒരു 100 ആൾ 200 ആളൊക്കെ കാണും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടും, ഇതാക്കും. ഇങ്ങനെയാണ് ഒരു സാധനം ചെയ്യുക. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ വെറുതെ ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ ചിലപ്പോൾ അത് 100 ആൾ കാണും. നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടാൽ ലൈക്ക് ഇടും. ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ ഡിജിറ്റൽ വേൾഡിൽ ഇപ്പം ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് അറിയാം ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്പേഴ്സിന് വില ഇല്ലാണ്ടായിരുന്നു. അതായത് അതാണ് ഞാൻ എന്നിട്ട് നമ്മൾ കുട്ടികളോട് ഞാൻ വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു ശരിയാവില്ല. അതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആകെ 300-400 ആൾക്കാർ കാണും. സംഭവം ആലോചിക്കും, 300-400 ആളെന്ന് നമ്മളൊരു ഇവിടെ ഒരു ആളിൽ കൊണ്ട് നിർത്തി നോക്കി വലിയ സംഖ്യയാണ്. ഇപ്പൊ മില്യൺസ് ആണ്. മില്യൺ അടിച്ചെന്നൊക്കെ പറയുമ്പോഴാണ് ഒരു ബെഞ്ച്മാർക്കായി മാറുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 300 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ സോഷ്യൽ മീഡിയയും നമ്മൾ ഏതായാലും ടെക്നോളജിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 200 ആൾ നമ്മളുടെ ഒരു സ്റ്റാറ്റസ് കണ്ടാൽ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മളൊരു 200 ഹസന അല്ല ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കളക്ട് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞാൽ 200 പോയിന്റ് നമ്മൾ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി സ്റ്റാറ്റസ് ഇടണമെന്ന് ആലോചിച്ച് നോക്കി എത്ര പോയിന്റ് ആയിരിക്കും. അതിന് എത്ര ഇത് നമ്മളൊരു ലൈക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ലൈക്ക് ചെയ്താൽ നമ്മളുടെ ഫ്രണ്ട്സിനത്തെ ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റിൽ ഒരാൾ ലൈക്ക് ചെയ്യുന്നു, ലൈക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ട് അയാളുടെ ഫ്രണ്ട്സും ഇത് കാണാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മളേറ്റവും പിശുക്ക് അവിടെയൊക്കെയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്, നമ്മളേറ്റവും ഇത് കൊള്ളാം പക്ഷെ ലൈക്കൊന്നും വേണ്ട പോവാ, നമ്മൾ അതിനൊക്കെ എത്തിയില്ല. അത് ഇവിടെ നമ്മളൊരു പിശുക്ക്. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ടൈമും ഇതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ, ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മൾ മുമ്പത്തെ തലമുറകൾക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ അമലുകളും അതിലുള്ള ഹസനാത്തുകളും ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ തലമുറക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഈ സമയത്ത് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു അങ്ങനെ ഒരു രൂപത്തിലേക്ക് ഇൻഷാ നമുക്ക് കടക്കാൻ കഴിയണം. ഭയങ്കര ഒരു കാര്യപ്പെട്ട നോളജബിൾ സെഷൻ 1 മണിക്കൂറിന് മുകളിലായില്ലേ. ഇൻഷാ നമുക്ക് ഇനി ഇരിക്കാൻ കഴിയണം. ഒരുപാട് ടോപ്പിക്സിനെ നമുക്ക് സംസാരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിർത്താൻ അവസാനിപ്പിക്കാം.